ഹലോ എവ്രിവൺ, വെൽക്കം ടു മാക്സ്ടെക് മീഡിയ. അപ്പം ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് മലയാളികൾക്ക് ഭയങ്കര പ്രിയങ്കരനായ ഒരാളാണ്. വേറെ ആരല്ലാതെ ഡോക്ടർ രജിത് കുമാർ. വെൽക്കം. താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. സിനിമകൾ ചെയ്ത് കുറേ സിനിമകൾ പെട്ടിയിലിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ പുറത്തിറങ്ങാതെ കാത്തി. ഇപ്പം നമുക്കുണ്ടാകും സ്വാഭാവികമായിട്ട് ഒരു ആർട്ടിസ്റ്റിനുണ്ടാകുന്ന ഏറ്റവും വലിയ വിഷമം ചെയ്ത് കഴിഞ്ഞ സിനിമ പുറത്തിറങ്ങിയില്ല, റിലീസാകുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോഴത്തെ കുറേ സാഹചര്യങ്ങൾ വെച്ച് അങ്ങനെ ഡിലേ ആയി പോകുന്നതാണ്, നീണ്ടു പോകും. അതെ. ഇപ്പം ഒരു സിനിമ, വളരെ നല്ലൊരു സിനിമ നാളെ 24-ാം തീയതി റിലീസിന് റെഡിയായിരിക്കുകയാണ്. സൂപ്പർ ജിംനി ഷീ വാസ് റൈറ്റ് എന്ന് പറയുന്ന സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങളെല്ലാവരും. സൂപ്പർ ജിംനി ഷീ വാസ് റൈറ്റ്, ആ പേരിൽ തന്നെ എന്തൊരു സൂപ്പർ, അല്ലെങ്കിൽ ഒരു ഊർജ്ജം വരുന്നൊരു എനർജി നമുക്ക് ഫീൽ ചെയ്യാം. അപ്പോൾ ആ സിനിമയെ പറ്റി കൂടുതൽ പറയാമോ? അതിൽ സാർ എന്താണ് ക്യാരക്ടർ ചെയ്യുന്നത്? സൂപ്പർ ജിംനി ഷീ വാസ് റൈറ്റ് എന്നും കൂടെ ഉണ്ട്. അപ്പോൾ ഷീ വാസ് റൈറ്റ് ആകുമ്പോൾ അതിനകത്ത് സെൻട്രൽ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ മീനാക്ഷിയാണ്. ഒപ്പത്തിൽ ലാലേട്ടൻ്റെ മോളായി ചെയ്ത കൊച്ചുകുട്ടിയല്ല ഇപ്പോഴത്തെ കുട്ടി, ഇപ്പോഴും കുറച്ച് വലിയ കുട്ടിയാണ്. ആ കുട്ടി ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്ത് ഒരു വിന്നറാകുന്നതും അതിൻ്റെ ഇടയിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങളും. പക്ഷേ വിന്നറാകുമോ ആകൂലേ എന്നുള്ളതിൻ്റെ റിസൾട്ട് വേറെ. വിന്നറാകും എന്ന് ഞാൻ പറഞ്ഞു, പക്ഷേ വിന്നറാകുമോ ഇല്ലേ എന്നുള്ളത് മറ്റൊരു ഡൗട്ടിൻ്റെ ഒരു സംഭവമാണ്. കാരണം അതിൻ്റെ ഇടയിൽ ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസും പ്രോബ്ലംസും ഉണ്ടാകും. അപ്പം ഒരു കോളനി ബേസ് ചെയ്തും ഒരു ഏരിയ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ സാമൂഹ്യം ഇപ്പോഴത്തെ പശ്ചാത്തലം ഉണ്ടല്ലോ, ലഹരി മാഫിയകൾ, അതുപോലെ തന്നെ കുട്ടികൾ പലരും പഠനത്തിൽ പുറകിലേക്കായിട്ട് വേണ്ടാത്ത പരിപാടികളിൽ മുമ്പോട്ടായിക്കൊണ്ടിരിക്കുന്ന ആ കുട്ടികൾക്കെല്ലാം ഒരു മോഡലായിക്കൊണ്ട്, മാതൃകയായിക്കൊണ്ട് ഈ കുട്ടിയും വെച്ചാൽ നമ്മുടെ മീനാക്ഷിയും ടീമും അവരെല്ലാം കാഴ്ചവെക്കുന്ന കുറേ പ്രവർത്തനങ്ങളും ഇത് ഉണ്ടാക്കുന്ന വിജയങ്ങൾ, അത് പിന്നെ പരാജയങ്ങൾ, പിന്നെ വിജയങ്ങൾ, ഇങ്ങനെ മാറിയും തിരിഞ്ഞും വരുമ്പോൾ അപ്പോഴേ സ്വാഭാവികമായിട്ട് നമ്മളെ സംബന്ധിച്ച് നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ഡൗൺ ആയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അങ്ങ് ഡെസ്പറേറ്റ് ആവും, കംപ്ലീറ്റ് ആയിട്ട് പോകും. അയ്യോ ഇനി അതാണ് പോയി എന്നത്, ഭയങ്കര ഡൗൺ ആയി, ഭയങ്കര ഡിപ്രഷനൊക്കെ വന്ന് കയറും, ഡൗൺ ആവും, ഇതൊക്കെയാണ്. പക്ഷേ അവിടെയും നമ്മുടെ APJ അബ്ദുൽ കലാം സാറ് മോട്ടിവേഷൻ കൊടുക്കുന്നതാണ് ഇഗ്നൈറ്റ് യുവർ മൈൻഡ് എന്ന് പറയുന്ന രീതിയിൽ. അപ്പോൾ അത് ഏതൊക്കെ വഴിയിലൂടെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. അങ്ങനെ ഒരു വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫിലിമാണ്. എന്ന് വെച്ചാൽ നമുക്കിന്ന് കുട്ടികൾക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് മോട്ടിവേഷൻ ക്ലാസ്സുകൾ അത് വാല്യൂ ബേസ്ഡ് കൊടുക്കുന്ന, അല്ലെങ്കിൽ അവരിലൊരു മാറ്റം ഉണ്ടാക്കുന്ന രീതിയിലുള്ള മോട്ടിവേഷൻ ക്ലാസ്സുകൾ ഇന്ന് കുറവാണ്. സാറാണെങ്കിലും ഒരു ടീച്ചർ, അങ്ങനത്തെ നിലയിൽ ഇപ്പോൾ നമുക്ക് ഒരുപാട് പുസ്തകങ്ങൾ എഴുതി കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ. ഞാൻ കൗൺസിലറായിരുന്നു 17 വർഷം, 2000-ഓളം കൗൺസിലിംഗ് ഷോ, ഏകദേശം 10-20 ലക്ഷം കുട്ടികൾ, കേരളം, ഗൾഫ്, UAE, GCC ഉൾപ്പെടെയുള്ള ഒത്തിരി രാജ്യങ്ങൾ കൗൺസിലിംഗ് ഷോ നടത്തി. കുറേ ഞാൻ MS സൈക്കോതെറാപ്പി പഠിച്ച് പരീക്ഷ എഴുതാൻ പറ്റിയില്ല, കാരണം കുറച്ച് ഡിഗ്രികളായി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എൻ്റെ ജീവിത പ്രാരാബ്ദമുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഞാൻ ഇതിൽ സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്താൻ വേണ്ടി, കാരണം എനിക്ക് മക്കളില്ല, കുടുംബമില്ല. അപ്പോൾ മറ്റു കുട്ടികളിൽ വരുന്ന ഗുണപരമായ മാറ്റം എനിക്ക് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷനായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത്. ഏകദേശം 2000-ഓളം കൗൺസിലിംഗ് ഷോ. ഈ ഒരു കൗൺസിലിംഗ് ഷോ എന്ന് പറയുന്നത് 4 മണിക്കൂർ തൊട്ട് 5 മണിക്കൂർ വരെയാണ്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂരൊക്കെ എന്ന് പറഞ്ഞാൽ രാവിലെ 9 മണിക്ക് അവർ റെഡി, അല്ലെങ്കിൽ 9:30 റെഡിയായാൽ മൈക്ക് താഴെ വയ്ക്കുന്നത് 3 മണിക്കാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അന്വേഷിച്ച് നോക്കാം. അപ്പോൾ അത്രയും നേരം കണ്ടിന്യൂസ് 700+ കുട്ടികൾ അവരുടെ പാരൻസ്, അല്ലെങ്കിൽ 500+2 കുട്ടികൾ അവരുടെ പാരൻസ്, അങ്ങനെ ആയിരക്കണക്കിന് പാരൻസ് ഒരു ഷോയിൽ ഞാനിങ്ങനെ സുവിശേഷ പ്രഭാഷകനെ പോലെ വിളിച്ചലറി. അതിൽ ബയോളജിക്കലും സൈക്കോളജിക്കലും, എൻ്റെ ഡോക്ടറേറ്റ് മൈക്രോബയോളജിയാണ്. അപ്പോൾ ശാസ്ത്രീയ വശങ്ങളും അതിലൂടെ വാല്യൂ കൂടെ കൊടുക്കണമെന്നുള്ളത് കൊണ്ട് ബൈബിളും ഖുറാനും ഗീതയും രാമായണവും ഭാഗവതവും അതിൻ്റേതായിട്ടുള്ള എല്ലാ സയൻറ്റിഫിക് ആസ്പെക്റ്റുകൾ ആ സമയങ്ങളിൽ ഞാൻ ഭയങ്കര ദൈവവിശ്വാസിയാണ്. അപ്പോൾ എനിക്ക് ദൈവം തന്നുകൊണ്ടിരിക്കുന്നതും ഈ കാര്യങ്ങൾ 3-4 മണിക്കൂർ കൊണ്ട് കേട്ട് വിഷ്വൽസ് കാണിക്കും. കുറേ വിഷ്വൽസും കാണിച്ച് ഇതിലൂടെ കുട്ടികൾ മാറ്റം എന്ന് പറഞ്ഞാൽ എക്സൈസ് കമ്മീഷണർമാർ സപ്പോർട്ട് മീൻസ് അല്ല, സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. IPS-കാരൻ ഇപ്പം MR അജിത് കുമാർ ADGP ആയിട്ടുള്ള സാറ് എറണാകുളം പോലീസ് ട്രാഫിക് പോലീസ് ഫാമിലിക്ക് ഷോ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരും വരുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് നല്ല മനസ്സുള്ള നല്ലവരായിട്ടുള്ള IPS ഓഫീസേഴ്സിനറിയാം, IAS-കാർക്കറിയാം, സിവിൽ സർവൻസിന് ധാരാളം പേർക്കറിയാം,
ഡോക്ടേഴ്സിനും അധ്യാപകർക്കും എല്ലാം അറിയാം. അങ്ങനെ 17 വർഷക്കാലമാണ് കുട്ടികളെ നന്മയിലേക്ക് മാറ്റിയെടുത്ത്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ വേദികൾ, ഏകദേശം 2000 വലുതും ചെറുതുമായ 2000 സ്റ്റേജുകളിലൂടെ 18-20 വർഷക്കാലം, ഏകദേശം 2001-2002 തൊട്ട് ഞാൻ തുടങ്ങിയതാണ്. അപ്പോൾ അത്രയും വർഷക്കാലം 18 വർഷം കാലം ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു. എൻ്റെ വീട്ടിൽ ഏകദേശം 500-ഓളം മെമൻറ്റോകൾ, വലിയ സാധനങ്ങളുണ്ട്, ചെറുത് കുറേ ഉടഞ്ഞു പോയി. ഇതൊക്കെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതാണ്. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത്, അതിൽ ഒരു ഷോയ്ക്ക് എനിക്ക് 10,000 രൂപയെങ്കിലും വാങ്ങാം. ഇന്ന് പല കൗൺസിലിംഗ് ഷോകൾക്കും അല്ലെങ്കിൽ ഇന്ന് പല പരിപാടികൾക്കും 50,000, 25,000 ലക്ഷങ്ങളാണ് വാങ്ങുന്നത്. ഞാൻ ഈവൻ 10,000 രൂപ വെച്ച് വാങ്ങിച്ചാൽ പോലും 2000 കൗൺസിലിംഗ് ഷോയ്ക്ക് എത്ര കോടി രൂപയോ? എന്നാൽ ഞാൻ 2 രൂപ പോലും ഒരാളിൻ്റെ നിന്ന് വാങ്ങാതെ ആയിരുന്നു ഈ 2000-ഓളം കൗൺസിലിംഗ് ഷോകളും. നമ്മുടെ ബ്രദർ അല്ലേ, വരൂ ബ്രദർ. അപ്പൊ ഈ ആളെ നമ്മള് പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷൻ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ, മുന്നേ അറിയോ? പിന്നെ നമ്മുടെ ബ്രദറാണ്, പുള്ളി ജീനിയസ് ആണ്, ഇന്റലക്ച്വൽ ആണ്. പക്ഷെ എല്ലാവർക്കും അത് മനസ്സിലായി പറഞ്ഞാൽ കുറേ സമയം എടുക്കും. ഞാൻ ഈ പറഞ്ഞ 2000 ഷോ നടത്തിയ ഞാൻ കുട്ടികളിൽ വരുത്തിയ മാറ്റങ്ങളും ആ പാരൻസിന് അല്ലെങ്കിൽ ആ കുട്ടികളിൽ അവരുടെ പാരൻസിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുമ്പോൾ പാരൻസിന് കിട്ടുന്ന സന്തോഷവും കുട്ടിക്ക് കിട്ടുന്ന അനുഭൂതിയും കുട്ടിക്ക് കിട്ടുന്ന സന്തോഷവും ഏതൊക്കെയോ ചില സാമൂഹ്യ ദ്രോഹികൾക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട്. കാരണം കുട്ടിയെ മാറ്റി കിട്ടിയില്ലേ, അപ്പോൾ കുട്ടിയെ മറ്റവർക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ലല്ലോ, അല്ലെങ്കിൽ ലഹരി മാഫിയയ്ക്കോ അല്ലെങ്കിൽ മറ്റേ തരത്തിലോ കൊണ്ടുപോകാൻ പറ്റിയില്ല. കാരണം പാരൻസിന് മക്കളെ കിട്ടി. കുട്ടികൾ ഏകദേശം LKG UKG അല്ലെങ്കിൽ UP സ്കൂൾ വരെ പാരൻസിൻ്റെ അടുത്താണെങ്കിലും ഇന്നത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ UP സ്കൂളിൽ തന്നെ ഔട്ടാണ്, പാരൻസിനില്ല. അന്ന് +2 ഒക്കെ കഴിയുമ്പോഴാണ് കുറേയെങ്കിലും മാറുക. പക്ഷേ ആ കുട്ടികളെ +2-ൽ ഈ കൗമാരപ്രായത്തിൽ മാറ്റം വേണ്ടാത്തതിലേക്ക് പോകുന്നതിൽ നിന്നും നമ്മുടെ ഈ 4 മണിക്കൂർ 5 മണിക്കൂർ ഷോ കൊണ്ട് മാറ്റിയെടുത്ത് പാരൻസിന് കൊടുത്ത് അങ്ങനെ ഒരു നല്ല ഹെൽത്തി കുട്ടികളെ 17 വർഷക്കാലം എനിക്ക് ബിൽഡപ്പ് ചെയ്യാൻ പറ്റി. ഈവൻ ഇപ്പോഴത്തെ ഈ ഗവൺമെൻറ്റിൻ്റെ ആദ്യത്തെ ഭരണകാലത്ത് വരെ എനിക്ക് ഇത്രയും ചെയ്തു. ഇപ്പോഴാണ് ബിൽഡപ്പ് ചെയ്യാൻ പറ്റി. പക്ഷെ അവിടെ എവിടെയോ ആർക്കൊക്കെയോ എന്തൊക്കെയോ ഇതങ്ങോട്ട് സഹിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഇപ്പം സന്തോഷ് വർക്ക്, ഇപ്പം ഞാനായാലും ശരി, ആറാട്ടണ്ണൻ, അത് സ്നേഹം കൊണ്ടുള്ള വിളിയാണ് കേട്ടോ, ഇഷ്ടമാണല്ലോ. അതിനി ആറാട്ടണ്ണാൻ വിളിച്ചു എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നും തൊടാൻ പറ്റാത്തത്. അപ്പോൾ നമ്മൾ ആറാട്ടണ്ണനും അമ്മയെ സ്നേഹിക്കുന്ന ഒരു മകനാണ്. അമ്മയെ സ്നേഹിക്കുന്ന ആൺമക്കൾ പലപ്പോഴും അവരുടെ മനസ്സിൻ്റെ വിങ്ങലും വേദനയും പലപ്പോഴും മുഖ്യധാരയിൽ ആരും അറിയാറില്ല. ഞാൻ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ജീവിച്ചതാണ്. ഈ അമ്മയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ആൺമക്കൾക്കുണ്ടാകുന്ന പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അവർക്കൊരു പെണ്ണ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം അമ്മ എന്ന് പറയുന്ന സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ അമ്മ വിചാരിക്കുമോ എൻ്റെ മകൻ എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്നു, അവൾ കൊണ്ടുപോകുമല്ലോ എന്നുള്ളതാണ്. ദെൻ അവൾ വിചാരിക്കുന്നത് എന്താണ്, ഈ മൂത്തമ്മ ഇവിടെ കിടക്കുന്നതിൻ്റെ ബലം എന്നെ ഇങ്ങനെ കിട്ടുന്നില്ലല്ലോ എന്നുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഫലത്തിൽ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ കിടന്ന് മാനസിക സംഘർഷം അനുഭവിച്ചിട്ട് ഗർഭപാത്രത്തിൻ്റെ കടപ്പാട് തീർക്കാൻ വേണ്ടി പ്രവർത്തിക്കുകയും വന്നു കയറിയ ആളിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പം എവിടെയെങ്കിലും രണ്ടിടത്തും താങ്ങില്ലാതെ വരുമ്പോൾ സ്വാഭാവികമായി നമ്മളും ചിലപ്പം പലതിനും അടിമയായി അല്ലെങ്കിൽ വേറെ പല കോണ്ടാക്ട്സുകളിലും അല്ലെങ്കിൽ ലഹരികളിലോ അതിലൊക്കെ പോയി എന്ന് വരാം. തെറ്റ് പറയാൻ പറ്റത്തില്ല, കാരണം എങ്ങും ബാലൻസ് ഇല്ല, ആരും നമ്മളെ മനസ്സിലാക്കാത്തതാണ്. പക്ഷെ വന്ന് കയറുന്ന പെൺകുട്ടിയും അല്ലെങ്കിൽ വീട്ടിലുള്ള അമ്മയും നമ്മളെ കൂടെ മനസ്സിലാക്കിയിട്ട് ആണ് പെരുമാറുന്നെങ്കിൽ ആ വീട് സ്വർഗമാണ്, അല്ലേ? പക്ഷെ ഇത് പലപ്പോഴും ആ സ്വർഗം എനിക്ക് കിട്ടിയിട്ടില്ല. അതാണ് അതിൻ്റെ ഒരു എനിക്കിപ്പോ പറയാനുള്ളത് എന്താന്ന് വെച്ചാല്, ഇപ്പൊ ഇപ്പഴത്തെ ഒരു PhD നേടിയെടുത്ത ഒരു ഡോക്ടറായ ഒരാള് ഇവിടെ പഠിക്കുന്ന ഒരാള് രണ്ടുപേരും അപ്പുറത്തിപ്പുറത്തെ ശങ്കര കോളേജ് ഞാൻ ചെയ്തത് കേരള യൂണിവേഴ്സിറ്റിയിൽ സെൻട്രൽ ട്യൂബർക്ലോസിസ് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, ശ്രീകാര്യത്ത് കിഴങ്ങ് വർഗ്ഗ ഗവേഷണ കേന്ദ്രമാണ്. അവിടെയാണ് ഞാൻ ബാക്ടീരിയയും ഫംഗസിൻ്റെയും സ്റ്റഡി, കാരണം ഇൻ്ററാക്ഷൻ സ്റ്റഡി ആയിരുന്നു. അപ്പോൾ അവിടെ സെൻട്രൽ ഗവൺമെൻറ് CTCR സംസ്ഥാന യൂണിവേഴ്സിറ്റിയിലെ അറിയാം, എനിക്കറിയാം, അറിയാം. സന്തോഷ് അല്ലെങ്കിൽ ആറാട്ടണ്ണൻ്റെ കുറേ കാര്യങ്ങൾ എനിക്കറിയാം, പല കാര്യങ്ങളും ഞാൻ കാണാറുണ്ട്. പിന്നെ അത് ആരുടെയും സപ്പോർട്ട് കൊണ്ടുണ്ടായതല്ല, അയാൾ സ്വന്തമായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പലരുടെയും പരിഹാസങ്ങളും പുച്ഛവും ഇൻസൾട്ടും അതിജീവിച്ച്, അല്ല ആളോണെ സഡൻ അങ്ങോട്ട് കഥവും തുറന്നിറങ്ങി ഒരു ഫേമസ് ആയതല്ല. പലതും വിളിച്ചു പറയുമ്പോൾ ചിലർക്കത് ഇഷ്ടപ്പെടത്തില്ല. ആ ഇഷ്ടപ്പെടാത്ത സംഭവം കുറേ പേർക്ക് ഇഷ്ടപ്പെടാം. അത് ഞാൻ നേരത്തെ പറഞ്ഞു വന്ന ഞാൻ ഈ 2000 കൗൺസിലിംഗ് ഷോകൾ 18 വർഷക്കാലം കേരളത്തിലും UAE GCC കൺട്രീസിലെല്ലാം
എടുത്ത് ഈ കുട്ടികളെ മാറ്റിയെടുത്ത് കൊണ്ടുപോയിട്ട് എക്സൈസിൻ്റെ വരെ ആൻറ്റി ഡ്രഗ്സ് കൗൺസിലിങ്ങിന് എക്സൈസ് ജോയിൻറ്റ് കമ്മീഷണറായ മോഹൻ സാറിന് അറിയാം, അദ്ദേഹം ഹൈക്കോടതി വക്കീലാണ്. അതുപോലെ ഒരുപാട് പേർക്കറിയാം മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചിയിലെ പല കുട്ടികളും ഈ കൗൺസിലിംഗ് ഷോ നടന്നു കഴിയുമ്പം ചിലർ സ്റ്റേജിൽ കയറി വന്നിട്ടാണ് ഇങ്ങനെ എടുത്ത് കാണിച്ചിട്ട് കളഞ്ഞിട്ട് ഇനി ഇന്ന് മുതൽ ഞാനിത് ചെയ്യില്ല എന്ന് കമ്മീഷണർ മുമ്പ് വെച്ച്, ഞാൻ പേര് പറഞ്ഞല്ലോ, ജോയിൻറ്റ് കമ്മീഷണർ മോഹൻ സാർ, അദ്ദേഹത്തിൻ്റെ ഉൾപ്പെടെ അല്ലെങ്കിൽ ഡെപ്യൂട്ടി കമ്മീഷണറായിരുന്ന രഞ്ജിത്ത് സാറിൻ്റെ കൂടെ അനിൽ സാറിൻ്റെ മുമ്പിൽ വെച്ചൊക്കെ ഇത് ചെയ്തിട്ട് അവരങ്ങനെ മാറുകയാണ്. പക്ഷേ ഇതപ്പോൾ അത്രക്ക് ചിലക്ക് സഹിക്കില്ല. ശരിയാ. അപ്പോൾ അങ്ങനെ എന്നെ പലയിടത്തും ബ്ലോക്ക് ആക്കാൻ ശ്രമിച്ചു. അങ്ങനെ ഞാൻ ആകെ ഡെസ്പറേറ്റായി. അതോടെ 2019 ഞാൻ 18 വരെ ഈ ഷോ നടത്തി, 18, 19 തുടങ്ങുമ്പോഴും നടത്തി. പക്ഷെ 2019 മെയ് 23 എൻ്റെ അമ്മ എന്നെ വിട്ടുപോയി. അപ്പോൾ എനിക്കൊരു വലിയ ഫിഗറൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഏകദേശം 32ാമത്തെ വയസ്സിൽ തന്നെ താടിയൊക്കെ വളർത്തിയൊരു സംഭവം. ശരി, ആ സമയത്ത് ഒരു അത് ഫാമിലി തകർന്നപ്പോൾ ഞാൻ അങ്ങനെ അതിലേക്ക് പോയതാണ്. ഒരുപാട് അനുഭവങ്ങൾ. അപ്പോൾ ഈ പറഞ്ഞ അമ്മ പോയതോടുകൂടി 2019 എൻ്റെ അമ്മ പോയതോടുകൂടി ഞാൻ പിന്നെ ഇനി ആർക്ക് വേണ്ടി ഈ എനർജി യൂട്ടിലൈസ് ചെയ്യണം? ഞാൻ ഇത്രയും ചെയ്ത് എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടികളെല്ലാം മാറ്റിയെടുത്ത് ഇത്രയും നന്മ ചെയ്യുന്ന എനിക്ക് സംസ്ഥാന അവാർഡ് കിട്ടും, അല്ലെങ്കിൽ നാഷണൽ അവാർഡ്. ഇത് അവാർഡ് നമുക്കൊരു ടോക്കൺ ഓഫ് അപ്രീസിയേഷനും മുമ്പോട്ട് പോകാനുള്ള ഒരു പവറുമാണ്. ഒന്നും കിട്ടാതെ ഇത്രയും ചെയ്തു. എന്നിട്ട് എക്സൈസിൻ്റെ സ്റ്റേറ്റ് അവാർഡ് എനിക്ക് ഫൈനൽ പട്ടികയിൽ വരെ എത്തുന്ന സമയങ്ങളിൽ ആരൊക്കെയോ എവിടെയൊക്കെയോ എന്തൊക്കെയോ രീതിയിൽ നമ്മുടെ ഫയൽ എന്ന് പറയുന്നത് പലയിടത്തും തെറിച്ചു. SPC സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ്, എങ്ങും പറയാത്ത രഹസ്യമാണ്. SPC സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് എന്ന് പറയുന്നതിൽ ഞാൻ എത്രയോ കൗൺസിലിംഗ് ഷോകൾ എടുത്ത് പോലീസ് അക്കാഡമിയിൽ ക്ലാസ് എടുത്തു. ആ പോലീസുകാർ കണ്ടുകൊണ്ടിരിക്കുക കുട്ടികളിൽ വന്ന കുട്ടി പോലീസുകാർ അവർക്ക് വന്ന മാറ്റങ്ങൾ. കാരണം വയനാട്, സുൽത്താൻ ബത്തേരി, തൃശ്ശൂർ അക്കാഡമി, ഇങ്ങനെ മൊത്തം മാറ്റമാണ്. സ്റ്റേജ് നമ്മൾ കയറിയിട്ടുണ്ടോ 4 മണിക്കൂർ കഴിയുമ്പോൾ കുട്ടി മാറിയിരിക്കും, പാരൻസ് ഹാപ്പിയാണ്. അത് ഗ്യാരണ്ടീഡാണ്. പക്ഷേ എന്നിട്ട് എന്ത് പറ്റി? അപ്പോൾ SPCയുടെ ഒരു സംഭവം വന്നപ്പം സ്റ്റേറ്റ് കോർഡിനേറ്റർ പോലെ ഒരു പോസ്റ്റിലേക്ക്. അപ്പോൾ ആരാ SPCയുടെ അന്നത്തെ ചാർജ്? P. വിജയൻ IPS, ഇപ്പോഴത്തെ ADGP ആയിട്ടുള്ള P. വിജയൻ സാർ സാക്ഷിയാണ്. അദ്ദേഹത്തിൻ്റെ ഗുഡ് ബുക്കിൽ ഞാനുണ്ട്. പിന്നെ KE ബൈജു IPS എന്ന് പറയുന്ന സാറാണ് എന്നെ SPCയിലേക്ക് കൊണ്ടുവന്നത്. അതുപോലെ ഇവിടെ റഫീഖ് IPS എന്ന് പറയുന്ന ക്രൈം ബ്രാഞ്ച് SPI ഇപ്പോൾ റിട്ടയർ ചെയ്ത സാറ്, അദ്ദേഹമൊക്കെ ഇവിടെ നേരിട്ട് കണ്ടാണ്. എറണാകുളത്ത് മറ്റേ സെൻറ്റ് ആൽബർട്ട്സിൻ്റെ സ്കൂൾ ഓഡിറ്റോറിയത്തിലൊക്കെ എത്രയോ കണ്ടാണ്. എത്രയോ അങ്ങനെ ട്രിവാൻഡ്രത്ത് പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ അവിടുത്തെ ക്യാമ്പുകളിൽ കണ്ടാണ്. അങ്ങനെ മാസീവ് മാറ്റങ്ങളാണ് വരുന്നത്. പക്ഷേ ഒരു പ്രശ്നം കുറച്ച് പേർക്ക് തോന്നിയവിടെയാണ്. ഞാൻ ബൈബിളിലെ വചനം പറയുന്നു, ഞാൻ ഖുറാനിലെ വചനം പറയുന്നു, ഞാൻ ഗീത പറയുന്നു, പക്ഷെ ഞാൻ ബയോളജിയാണ് പറയുന്നത്, സയൻറ്റിഫിക് സൈഡാണ് പറയുന്നത്. അതിലൂടെ അവൻ്റെ പാരൻസിൻ്റെയും മൂല്യത്തിൻ്റെ ആ വാല്യൂയിലേക്ക് പോകുമ്പം മറ്റത് ഇഷ്ടമല്ലാത്ത ചില പാർട്ടികളുണ്ട്, ദൈവവിരുദ്ധന്മാർ. അപ്പം അവർക്കിത് പൊളിച്ചേ പറ്റൂ. അങ്ങനെ സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റിൻ്റെ ഒരു സംസ്ഥാന തലത്തിലെ ഒരു നല്ല പോസ്റ്റിൽ എത്തുന്നതിന് വേണ്ടി എനിക്കൊരു ഫയൽ, അല്ലെങ്കിൽ എൻ്റെ ഫയൽ മുമ്പോട്ട് കൊണ്ടുപോയത് ഒരു IASഉം 2 IPSകാരോ, 2 IASകാരും 1 IPSകാരും സൈൻ ചെയ്ത ഫയൽ പോലും അന്നത്തെ ബാക്കി പറയുന്നില്ല, ഇപ്പോൾ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എടുത്ത് ഫയൽ കുട്ടയിലേക്ക് വലിച്ചെറിഞ്ഞു കളഞ്ഞു എന്നുള്ളതാണ്. ഇങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് ഇപ്പൊ നടക്കുന്നത്. ഇപ്പൊ ഈ അടുത്ത് തന്നെ ഒരു കൊച്ച് ഡ്രഗ് അഡിക്റ്റ് ആയിട്ട് സ്വന്തം അമ്മേനെ വെട്ടിക്കൊല്ലുന്നു. അതേപോലെ എത്ര എണ്ണം ഇപ്പം. അത് ഞാൻ പറഞ്ഞു പ്രത്യേകം ശ്രദ്ധിച്ചോ. ഈ ഇപ്പോഴത്തെ സർക്കാരിൻ്റെ മുൻ 5 വർഷം വരെയും ഞാൻ കൗൺസിലിംഗ് ഷോ നടത്തിയിരുന്നു. അവരിപ്പോൾ തുടരെയാണല്ലോ 5ാമത്തെ 10ാമത്തെ വർഷത്തേക്ക് വന്നത്. ഇപ്പോൾ കഴിഞ്ഞ 5 വർഷം കൊണ്ടാണ് ഞാൻ ഇല്ലാത്തതുകൊണ്ട് കുട്ടികളെല്ലാം അങ്ങ് അതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ എന്തുകൊണ്ടില്ല എന്ന് ചോദിച്ചാൽ 2019 എൻ്റെ അമ്മ പോയപ്പോൾ ഞാൻ ആകെ തളർന്നു. അപ്പോൾ അമ്മയുടെ ആഗ്രഹമായിരുന്നു താടി എടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ താടി എടുത്തു കഴിഞ്ഞ് ഞാൻ പിന്നെ ഇനി ഒന്നിനും വയ്യ എന്ന് പറയുന്ന രീതിയിൽ കോളേജിൽ പോകുന്നു, പഠിപ്പിക്കുന്നു, ഇങ്ങനെ ഇരിക്കുന്നു. ഇനി എനിക്ക് സ്റ്റേജ് വേണ്ട, ഒരു പരിപാടിയും വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്താണ് അത്ഭുതകരമായി 7 മാസം കഴിഞ്ഞപ്പം 2020 ഡിസംബർ ലാസ്റ്റിൽ ഏഷ്യാനെറ്റ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിലേക്ക് എന്നെ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നു. ഞാൻ പറഞ്ഞു അയ്യോ ഞാൻ ഇല്ലേ, എനിക്ക് അറിഞ്ഞുകൂടാ ഇതിനെക്കുറിച്ച്, ഞാനില്ല എന്ന് പറഞ്ഞ് പോയതാണ്. പക്ഷേ വീണ്ടും വരുന്നത് ഇപ്പം തന്നെ ഞാൻ വന്ന് നിങ്ങളുടെ കയറുമ്പം ഏഷ്യാനെറ്റിൽ നിന്നല്ലേ എന്നെ വിളിച്ചത്, ആ പ്രോഗ്രാമിന്, ഒരു പുതിയ പ്രോഗ്രാമിന് വിളിക്കുക. അപ്പോൾ അവർ പെട്ടെന്നാണ് വിളിക്കുക. അപ്പോൾ 2020 ജനുവരി 3 ചെന്നൈ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറി ലാലേട്ടൻ്റെ മുമ്പിൽ നിന്ന് അനുഗ്രഹം വാങ്ങിച്ച് ആ വീട്ടിലേക്ക് എന്താണെന്ന് അറിഞ്ഞുകൂടാതെ കാല് വെച്ച് കയറിയത് മാത്രമേ എനിക്കറിയൂ. പിന്നെ ലെവൽ വേറെ ഒരു ലെവലിലേക്ക് ഞങ്ങൾ പോവുകയും
ആ സ്ഥലത്തേക്ക്. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ആകെ തളർന്ന്, ആരും മോട്ടിവേറ്റ് ചെയ്യാൻ, എനിക്ക് ക്ലാസ്സില്ല, എല്ലാം വിട്ടുപോയപ്പം ദൈവികമായിട്ടാണ് എനിക്ക് ആ സംഗതി കിട്ടിയത്. അപ്പോൾ കുറേ പേര് വിചാരിച്ചു താടി എടുത്തപ്പോൾ ഇപ്പം കല്യാണം കഴിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ മറ്റു കാര്യം. ഒന്നുമല്ല, അമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുകയായിരുന്നു. അപ്പം നമ്മളെ പ്രസവിച്ച് വളർത്തിയ അമ്മ അച്ഛൻ അവരുടെ ആഗ്രഹങ്ങൾ മക്കളായ നമ്മളല്ലാതെ പിന്നെ ആര് സാധിച്ചു കൊടുക്കും? നാട്ടുകാരെങ്കിലും സാധിച്ചു കൊടുക്കും. അത് ഒറ്റ മോൻ മാത്രമേ ഉള്ളൂങ്കിലും അവസ്ഥ. വർക്ക് എത്ര മക്കളാ? 2 പെൺമക്കൾ. ആ 2 പെൺമക്കളെയും കല്യാണം കഴിപ്പിച്ച് അയച്ചു കഴിഞ്ഞാൽ പിന്നെ അമ്മയുടെ കാര്യം നോക്കാൻ ഒരാൾ മാത്രമേ. അത് പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ടല്ലോ. അവര് മാറി. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ മാത്രമേ ഉള്ളൂ, ഒരു പെണ്ണില്ല. ഒരു പെൺകൊച്ചെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വീട്ടിട്ട് പോവാന്ന് വിചാരിക്കും. അപ്പൊ എനിക്ക് എങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ കുറച്ച് പഠിക്കുമായിരുന്നു, അമ്മയും അച്ഛനൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും എന്നെ കുട്ടിയിലെ പഠിക്കുന്ന സമയത്ത് കളിയാക്കിയതുകൊണ്ട് അതിന്റെ പവറിൽ പഠിച്ചുകൊണ്ട് ഇത്രയും ഡിഗ്രി എടുത്തത്. ഇതൊക്കെയാണ് സൂപ്പർ ജിംനി എന്ന് പറഞ്ഞ സിനിമയിൽ പറയുന്ന കഥ. ഇപ്പൊ നമ്മുടെ രജിത് സാറിന്റെ സൂപ്പർ ജിംനി എന്ന് പറഞ്ഞ സിനിമ നാളെ റിലീസ് ആവുകയാണ്. അതെ, ത്രൂ ഔട്ട് വേഷം, ഇടിവെട്ട് വേഷമാണ് ചെയ്തേക്കുന്നത്. എന്ത് വേഷമാണെന്ന് കാണുമ്പോൾ മാത്രമേ ഞാൻ പറയൂ. സർപ്രൈസ് ആണ്. ഇപ്പൊ അക്കാഡമിയിലായിട്ട് ബന്ധമുണ്ടോ അല്ലെങ്കിൽ കോളേജോ? ഇല്ല. 2020 ബിഗ് ബോസ് പോയി കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോൾ ഞാൻ ഒരു ചെറിയ കലാകാരനും കൂടെയാണ്. കോളേജിൽ ഞാൻ 7 കോളേജിൽ പഠിച്ചു. ആ കോളേജുകളിലൊക്കെ ഞാൻ സ്റ്റേജിൽ കലാപരിപാടി നടത്തും. കർട്ടനിട്ടേ ഞാൻ താഴെ ഇറങ്ങും. അപ്പോൾ കലയോടൊരു പ്രത്യേക പാഷനാണ്. ഒരു 56ഓളം സർട്ടിഫിക്കറ്റ് ഉണ്ട്, നാടകം, മൈം, മോണോക്ട്, ഇങ്ങനെ യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവൽ വരെ പോയിട്ട്. പക്ഷെ നമുക്കൊരു ബാക്കപ്പ് ഇല്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് പുറകിൽ ഗോഡ് ഫാദർമാരില്ല. സെൽഫ് നമ്മളെന്ന് വെച്ചാൽ ഒരു 1 മാൻ ആർമി പോലെ സെൽഫ് മോട്ടിവേഷൻ, സെൽഫ് മെയ്ഡ് ആണ്. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന ആളാണ് എന്ന് പറയില്ലേ, ഒറ്റയ്ക്ക് വഴി. അത് എനിക്ക് ഇപ്പൊ ഞാനൊരു പ്രഡിക്ഷനാണ്, മിക്കവാറും അടുത്ത ബിഗ് ബോസിന്റെ ഷോ വരുമ്പോഴത്തേക്ക് സന്തോഷിന് സെലക്ഷൻ ഉണ്ടാവാൻ സാധ്യത 95% ഞാൻ ഇടുന്നുണ്ട്. എന്താ സന്തോഷമായിട്ടെന്ന് പറയാനുള്ളത്? ആഗ്രഹമുണ്ടോ? അമ്മയുടെ പ്രശ്നമുണ്ട്, പറ്റില്ല. അപ്പൊ ആ ഡോക്ടറേറ്റ് കൊടുക്കും. അപ്പൊ എനിക്ക് സന്തോഷിനെ മനസ്സിലാവും. പക്ഷെ എൻ്റെ സുഹൃത്തുക്കളോട് പോലും അടുത്ത റൂമിൽ ഞാൻ ഹോസ്റ്റലിലാണ്, 15 വർഷം കൊണ്ട് ആലുവയിലെ തറയിൽ എന്ന് പറയുന്ന ഹോസ്റ്റലിലാണ് ഞാൻ താമസിക്കുന്നത്. എൻ്റെ അടുത്ത റൂമിലെ വ്യക്തികൾ പോലും ഞാൻ ഇദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ ചിലർക്ക് സഹിക്കില്ല, ഉൾക്കൊള്ളാൻ പറ്റില്ല. അത് അസൂയ എന്ന് പറയുന്ന ഒരു സാധനം എന്നെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇന്ന് ഞാൻ ഒരു പൂജയ്ക്ക് പോയിട്ടാണ് വന്നത്. ഇന്ന് ഞാൻ ഒരു ഡാഷ് എന്ന് പറയുന്ന സിനിമയുടെ ഡാഷ് എന്ന് പറയുന്ന പൂജയ്ക്ക്, അതേ പറയത്തുള്ളൂ, പൂജയ്ക്ക് പോയിട്ട് വന്ന് ആ പൂജയിൽ ഞാൻ കയറി പ്രസംഗിക്കാനായിട്ട് തുടങ്ങുമ്പോൾ കുറച്ച് പേരുടെ നെഗറ്റീവ് എനർജി ഇങ്ങനെ എന്നിലേക്ക് വന്ന് കൊള്ളുന്നത് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും. ഈ മെഡിറ്റേഷൻ ഉള്ളത് കൊണ്ടും നമുക്കത് ചെയ്യുമ്പോൾ അറിയാമല്ലോ, മെഡിറ്റേഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ. ഇപ്പം സന നല്ല പോസിറ്റീവ് എനർജി ആയിട്ട് ഇരിക്കുന്നത് കൊണ്ടാണ് എനിക്കിങ്ങനെ ഫ്ലൂവൻ്റ് ആയിട്ട് പറയാൻ പറ്റുന്നത്. പക്ഷെ ഒരു സെക്കൻഡ് സനയിൽ നിന്ന് മൈൻഡിൽ ഒരു നെഗറ്റീവ് ഊർജ്ജം വന്നു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ട് നമ്മുടെ ഉള്ളിൽ വന്ന് ടച്ച് ചെയ്യും, എനർജി വേവ് എന്ന് പറയുന്നത്. കാരണം ഇത് ട്രാൻസ്പാരൻ്റ് ആണ്. അതുകൊണ്ടാണ് ബൈബിളിൽ പറയുന്നത് ഹൃദയശുദ്ധി ഉള്ളവൻ ഭാഗ്യവാൻ, അവന് മാത്രമേ ദൈവത്തെ ലഭിക്കൂ. അപ്പം ഇത് ശുദ്ധമാണ്. അപ്പം ഈ ശുദ്ധമായ സാധനത്തിൽ മറ്റേ ഒരു അശുദ്ധം അപ്പുറം ഉണ്ടെങ്കിൽ അത് കൃത്യമായി വന്ന് കൊള്ളും. അപ്പോൾ ഞാൻ ആ സ്റ്റേജിൽ കയറിയപ്പോൾ അപ്പോൾ എന്നെ വിളിച്ചതും ഇങ്ങനെയാണ്. കേരളത്തിൽ മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടവനായിട്ടുള്ള നമ്മുടെ സ്വന്തം ഡോക്ടർ രജിത് കുമാർ സാറിനെ അല്ലെങ്കിൽ രജിത്തേട്ടനെ 2 വാക്ക് പറയാൻ വിളിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ ആകെ കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ അതിന് മുമ്പ് കയറിയത് ഉള്ളവർക്കൊക്കെ ഭയങ്കര കയ്യടി. ഞാൻ എന്നെ വിളിച്ച് അങ്ങോട്ട് കയറിയപ്പം ഈ 50 പേര് കയ്യടിക്കാനുണ്ടെങ്കിൽ അതൊരു 20-25 പേരുടെ കയ്യടിയായിട്ട് കുറഞ്ഞു. ഞാൻ വല്ല ദോഷവും ചെയ്തിട്ടാണോ? അപ്പൊ ഇതാണ് പറഞ്ഞത്. എന്നോട് പലരും ഓൾഡ് ഏജ് ഹോമിലാക്കുക, അമ്മയെ ഓൾഡ് ഏജ് ഹോമിലാക്കുക, ഇങ്ങനെ പറയാനില്ല. എനിക്കത് പറ്റുന്നില്ല. അറ്റ് സെയിം ടൈം എനിക്ക് IIT ബോംബെയിൽ അഡ്മിഷൻ കിട്ടിയാണ്, അതുപോലെ ഇതിന് വേണ്ടി മാറ്റി വെച്ചാണ്. കാരണം അപ്പോൾ ഫാദർ മരിച്ചുപോയി. ഇപ്പോഴത്തെ ആളുകളുടെ തിങ്കിങ് മനസ്സിലാവും. ഞാൻ നേരത്തെ വർക്കിയെ കുറ്റം പറഞ്ഞായിരുന്നു ചോദിച്ചാൽ വർക്കിയുടെ ഒരു ഇൻ്റർവ്യൂ ഇംഗ്ലീഷിലായിരുന്നു അല്ലേ? ഞാൻ മിക്ക ക്ലിപ്പുകളും കാണും. ഒരു ഇൻ്റർവ്യൂ ഇംഗ്ലീഷിലായിരുന്നു. അപ്പോഴാണ് കൂടെയുള്ളവരുത്തും പറഞ്ഞത്, പറക്കി എടുത്തുകൊണ്ട് വന്നേക്കുന്നത് ഇംഗ്ലീഷ്. എന്തുകൊണ്ടാണ് ഈ മലയാളി ഇംഗ്ലീഷിൽ രക്ഷപ്പെടാത്തതെന്ന് അറിയാമോ? അവൻ സംസാരിക്കുകയില്ല, അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യില്ല, മറ്റൊരുത്തനെ പ്രാക്ടീസ് ചെയ്യാൻ സമ്മതിക്കില്ല. അതാണ് പ്രശ്നം. നമുക്ക് അനുഭവമുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 8ലോ 10ലോ ഇംഗ്ലീഷിൽ വരെ 2 വാക്ക് സംസാരിക്കാൻ പറഞ്ഞാൽ അവൻ തുടങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് തുടങ്ങും. അതോടെ നമ്മൾ തളർന്നു പോകും. മനസ്സിലായി? ഇപ്പം നിങ്ങളൊരു പേപ്പർ തരികയാണെങ്കിൽ എനിക്ക് വർക്കിയുടെ അതായത് എനിക്ക് പറയാൻ മനസ്സിലാവും. കാരണം എനിക്ക് കുറേ ഡിഗ്രി ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. നിങ്ങളൊരു പേപ്പർ തരൂ,
ഞാൻ വേണമെങ്കിൽ ഒരു 2 മിനിറ്റ് കൊണ്ട് 4 പേജ് എഴുതിത്തരാം, ഒരു ടോപ്പിക്കും കൂടെ തരും, ഇംഗ്ലീഷിൽ എഴുതിത്തരാം. പക്ഷേ ഈ 4 പേജ് ഞാൻ എഴുതിയ സാധനം എൻ്റെ അടുത്ത് പറയാൻ പറഞ്ഞാൽ മിക്കവാറും 40 മിനിറ്റ് വേണ്ടി വരും. എന്താ കാരണം? പ്രാക്ടീസ് ഇല്ല. ഇവിടെ സ്കൂളിൽ പോകാത്തൊരു ചേച്ചി ബ്രിട്ടനിൽ ലണ്ടനിൽ സായിപ്പിൻ്റെ വീട്ടിൽ ഹോം നേഴ്സായിട്ട് പോയി 3 മാസം കഴിഞ്ഞ് വന്നാൽ ഇവിടുത്തെ MA ഇംഗ്ലീഷുകാരനേക്കാൾ ഇംഗ്ലീഷ് സംസാരിക്കും. ഇല്ലേ? എനിക്കിഷ്ടപ്പെട്ടു, എനിക്കത് മനസ്സിലാവും. പക്ഷെ ഞാൻ തിരിച്ചു ചോദിക്കുന്നതേ ഉള്ളൂ, ഒരു സായിപ്പിനെ കൊണ്ടുവന്ന് മലയാളം സംസാരിച്ച ഇതുപോലെ സംസാരിക്കില്ലല്ലോ. ഒരു ചൈനക്കാരനെ കൊണ്ടുവന്ന് മലയാളം സംസാരിച്ചാൽ അവന് പറ്റൂ. അപ്പൊ ഞാൻ ചൈനയിൽ പോയിട്ട് ചൈനീസ് ഭാഷ സംസാരിക്കണമെങ്കിൽ എനിക്ക് കുറച്ച് സമയം എടുക്കും. നമ്മളിപ്പോൾ കമ്പയർ എങ്ങനെയാണ്, ഇംഗ്ലീഷിൽ ചില സിനിമാ നടന്മാർ ഇംഗ്ലീഷിൽ ഭയങ്കരമായിട്ട്, ഞാനും ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ മറ്റേ ആർട്ടിസ്റ്റുകളെല്ലാം തകർത്ത ഇംഗ്ലീഷുകളൊക്കെ പ്രാക്ടീസ് ചെയ്ത് പറയുമ്പോൾ നമ്മളത് ഒരു ബാക്കപ്പ് കൂടെ നോക്കണം. അവർ പലരും ജനിച്ച് വളർന്നത് ഊട്ടി ഗുഡ് ഷെപ്പേർഡ് സ്കൂളിലും അല്ലെങ്കിൽ വലിയ ബാക്കപ്പിലുള്ളതും അവരുടെ പല സൂപ്പർ സ്റ്റാറുകളുടെയും അല്ലെങ്കിൽ മുൻനിര ഇന്ത്യയിൽ മിക്കവാറും ഉള്ള മുൻനിര സിനിമാ നടന്മാരുടെയൊക്കെ മക്കൾ പഠിക്കുന്നത് അംബാനിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഈ ഇടയ്ക്ക് ഞാൻ വീഡിയോ വന്നാൽ ഞാൻ കണ്ടതാണ്. അല്ലേ, മഹാരാഷ്ട്രയിലെ ബോംബെ ലക്ഷങ്ങൾ 1-ാം ക്ലാസ്സിൽ, ലക്ഷങ്ങൾ 2-ാം ക്ലാസ്സിൽ, ലക്ഷങ്ങൾ 3-ാം ക്ലാസ്സിൽ. ഞാൻ പഠിച്ചവിടെ ഗവൺമെൻറ് സ്കൂളിലാണ്, LKG 1-ാം ക്ലാസ്, 2-ാം ക്ലാസ്, 3-ാം ക്ലാസ്. ആകെ നമുക്ക് ഉപ്പുമാവും കിട്ടും, അതും വാങ്ങിച്ച് ഉച്ചയ്ക്ക് തിന്നിട്ട് പഠിച്ചിട്ട് പോയിരുന്ന പാർട്ടികളാണ്. നമ്മൾ ഇത്രയൊക്കെ എത്തിയത് തന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം. ദുൽഖർ ഇംഗ്ലീഷ് മമ്മൂട്ടിക്ക് പറയാൻ പറ്റില്ല, കാരണം രണ്ട് സാഹചര്യത്തിൽ വന്നവരാണ്. അവരുടെ മക്കളും സംസാരിക്കുന്ന പോലെ അവരുടെ പേരൻസ് പറ്റില്ല. രണ്ട് സാഹചര്യമാണ്. അതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മൾ മറ്റുള്ളവരെ മനസ്സിലാക്കി പെരുമാറുക എന്നുള്ളതാണ്. ഇവിടെ പലപ്പോഴും നമ്മുടെ ഓഡിയൻസ് ആണെങ്കിൽ നമ്മുടെ ഇതാണെങ്കിലും ചുമ്മാ അങ്ങോട്ട് കയറി കമന്റ് ചെയ്യുക, ചുമ്മാ അങ്ങോട്ട് കയറി വിളിക്കുക. ഇപ്പൊ സന്തോഷമായിട്ട് തന്നെ എന്തോരം അറ്റാക്സ് വന്നിട്ടുണ്ടല്ലേ, അങ്ങനെ ഒരാളെ ഞാൻ അനുഭവിച്ച് കഴിഞ്ഞിട്ടിരിക്കുന്ന ആളാണ്. ഞാൻ മുമ്പേ പോയി അടി വാങ്ങിച്ച് കഴിഞ്ഞ ആളാണ്. കാരണം ബിഗ് ബോസ് കഴിഞ്ഞ് വന്നപ്പം ഇപ്പം 90% അഭിനന്ദനങ്ങളും 10% തെറിയും അടിയുമാണ്. പക്ഷെ ഈ തെറിയാണ് ഏറ്റവും ഭീകരം, ഉൾക്കൊള്ളാൻ പറ്റൂല എന്ന്. അതിന് ഒരു ഭയമില്ലാതെ വിളിക്കുന്നത് അത്രേ വിളിക്കും. പക്ഷെ ഞാൻ പിന്നെ കേട്ട് അനുഭവിച്ചു വന്നതുകൊണ്ട് ഞാൻ ഇതൊക്കെ അംഗീകാരം അവാർഡായിട്ടും കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരു അത് ശരിയല്ലേ, ഏറ്റവും ആൾക്കാരെ ഏറ്റവും കൂടുതൽ ആരാണോ തെറി വിളിക്കുന്നത് അവരായിരിക്കും ഏറ്റവും കൂടുതൽ വൈറല്. ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹത്തിൽ എന്തോ ഉള്ളത് കൊണ്ടല്ലേ ബൊക്കയും പൂമാലയും കൊടുക്കുന്നതിന് പകരം മറ്റേ സംഗതികൾ എറിയുന്നത് അല്ലേ? അസഹിഷ്ണുതയും കൂടെ ഉണ്ട്. സ്വസ്ഥ ഇനി ഇവൻ കേറി പോയാലും അത് പിടിച്ച് വലിക്കണം, അല്ലെങ്കിൽ കേറി പോയാൽ ശരിയാവൂല, അങ്ങനെ അങ്ങ് പോയാൽ ശരിയാവൂല. കുറച്ച് കിടന്നിട്ടൊക്കെ പോയാൽ മതി. ആ ഒരു സാധ്യത കൂടുതലായിട്ട് അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ പലപ്പോഴും തമാശക്ക് പറയാറുണ്ട്, എനിക്ക് 3 വയസ്സിൽ കിട്ടേണ്ട ഒരു 3 വീല് സൈക്കിളിൽ പലപ്പോഴും എനിക്ക് കിട്ടുന്നത് 30ാമത്തെ വയസ്സിൽ. ഞാൻ ഈ 30ാമത്തെ വയസ്സിൽ ഈ 3 വീല് സൈക്കിളും കയറ്റി ചവിട്ടിക്കൊണ്ടിരുന്ന ആൾക്കാരെന്ത് പറയും? ഇതാണ് നമ്മുടെ അവസ്ഥ. എന്നാലും 30ാമത്തെ വയസ്സിലെങ്കിലും ഞാൻ 3 വീൽ സൈക്കിൾ ചവിട്ടും. അതാണ് കോൺഫിഡൻസ്. ഇതെന്തുകൊണ്ട് പറയുന്നു എന്ന് വെച്ചാൽ വരുന്ന കുട്ടികൾക്ക് ഒരു മോട്ടിവേഷനും നമ്മൾ ഓരോ പോയിന്റുകളിലും അത് കൊടുക്കണം. അവരെ വെള്ളം അടിച്ച് ലഹരി വെച്ചും തകർത്ത് കളയാൻ നിസ്സാരമായിട്ട് പറ്റും, നിമിഷം കൊണ്ട് പറ്റും. സൂപ്പർ ജിംനി സിനിമ കാണുമ്പോഴത്തേക്ക് മനസ്സിലാകും എങ്ങനെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, എങ്ങനെയാണ് പെട്ടെന്ന് ട്രാപ്പിലായി പോകുന്നത്, എങ്ങനെയാണ് പാരൻസിൽ നിന്ന് അവരകന്നു പോകുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് പറ്റും. പക്ഷേ ഒരു കുട്ടി 10ലെ ഫുൾ A+ വാങ്ങിച്ച് അല്ലെങ്കിൽ MBBS അല്ലെങ്കിൽ IIT റാങ്ക് വാങ്ങിച്ച് ഉയർന്ന് കയറി വരിക എന്ന് പറയുന്നത് അവർ തപസ് ചെയ്യുകയാണ്. അവരെന്തെല്ലാം സാക്രിഫൈസ് ചെയ്തിട്ടാണ്, സുഖങ്ങൾ പലതും ത്യജിച്ചിട്ടാണ് അവരത്രയും കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് ഇപ്പോൾ എൻ്റെ കാര്യം എടുക്കാം. ഞാൻ ഒന്നുമില്ലാതെ ബിഗ് സീറോയിൽ നിന്ന് വട്ടപൂജ്യത്തിൽ നിന്ന് ഹെവി ഹാർഡ് വർക്ക് ചെയ്ത് ആരുടെയും സഹായം ഇല്ലാതെ ദൈവത്തിൻ്റെ അനുഗ്രഹവും എൻ്റെ അമ്മയുടെ കഷ്ടപ്പാടും എൻ്റെ ഡബിൾ ഹാർഡ് വർക്കുകളും പിന്നെ എൻ്റെ അധ്യാപകർക്ക് എന്നോടുള്ള സ്നേഹം. അല്ല, എൻ്റെ കൂടെ പഠിച്ച ഒരു കൂട്ടുകാരന്മാരും എന്നെ പഠിക്കാൻ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. സത്യസന്ധമായി തന്നെ പറയുന്നു. അവർ ഇൻസൾട്ട് ചെയ്തുകൊണ്ട് എനിക്ക് സ്വയം ഇൻറ്റേർണലി ഞാൻ പുറത്ത് പറയാത്തൊരു വാശിയുണ്ടായിരുന്നു, എന്നാ പഠിച്ച് തന്നെ കാണിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ MSc, ഞാൻ എൻ്റെ MPhil സൈറ്റോജെനറ്റിക്സ്, ഞാൻ ജീൻ DNA ക്രോമസോമിലാണ് സ്പെഷ്യലൈസ് ചെയ്തത്. ഞാൻ ജീനിലും DNA-യും കുറിച്ച് ഈ മുമ്പ് പറഞ്ഞിട്ടുള്ള പലതും അന്ന് പലർക്കും മനസ്സിലായില്ല. ബിഗ് ബോസിന് ശേഷമാണ് പലർക്കും മനസ്സിലായത്. US-ലെ, അതെ, അമേരിക്കയിലെ ഡോക്ടേഴ്സ് സഹിതം സയൻറ്റിസ്റ്റ് തരം നാസയിലെ ഷെഫി എന്ന് പറയുന്ന APJയുടെ സ്റ്റുഡൻറ്റ് പോലും എൻ്റെ വാട്സാപ്പിലുണ്ട്. അവർ പറയുന്നു യു ആർ അബ്സല്യൂട്ട് റൈറ്റ് സർ. കാരണം നമ്മുടെ ചിന്തകൾക്കനുസരിച്ച് നമ്മുടെ ജീനുകൾ DNA-യിൽ പലതും മാറ്റം ഉണ്ടാകും. അതുകൊണ്ടാണ് പാരൻസിനില്ലാത്ത പല പ്രവർത്തനങ്ങൾ നമ്മുടെ മക്കൾ കാണിക്കുന്നത്.
അത് ഗുണപരമാണെങ്കിലോ നല്ലതല്ലേ? അത് മോശപരമായി വരുന്നതാണ് പ്രശ്നം. നശിപ്പിക്കാൻ. അപ്പോൾ എൻ്റെ അമ്മ എൻ്റെ അച്ഛൻ 5ാം ക്ലാസ്സും വരെ പോയിട്ടുള്ളൂ. സ്വാഭാവികമായി ആ അച്ഛൻ്റെ അമ്മയുടെയും ആ അച്ഛൻ്റെ വിത്ത് അല്ലെങ്കിൽ അമ്മ സ്വീകരിച്ചു, അമ്മ എന്നെ പ്രസവിച്ചു. എനിക്ക് ഇവരുടെ രണ്ടുപേരുടെ നിന്നും കിട്ടിയിരിക്കുന്നത് ഹാർഡ് വർക്കറായിട്ടുള്ള പഠിപ്പിസ്റ്റിൻ്റെ അല്ല. അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത് ആവറേജ് പഠിത്തത്തിൻ്റെ ഉണർന്ന ജീനാണ്. എന്നാൽ നിങ്ങൾക്ക് പലർക്കും അറിയാം, നമ്മുടെ സ്കൂളിൽ നമ്മളോടൊപ്പം പഠിക്കുന്ന ടീച്ചേഴ്സിൻ്റെ മക്കളാണെങ്കിൽ അവർ പരീക്ഷയുടെ 2 ആഴ്ച മുമ്പ് വരെ ഉഴപ്പി നടന്നാലും അവർക്ക് 2 ആഴ്ച മതിയായിരിക്കും മിന്നൽ പോലെ ബാക്കിയെല്ലാം പഠിച്ചു പോകാൻ. അതുപോലെ ബാങ്കിലെ ഉദ്യോഗസ്ഥരുടെയും കണക്ക് സയൻറ്റിസ്റ്റുമാർ ഇവരുടെയൊക്കെ മക്കൾ കണക്കിൽ വളരെ എക്സ്പേർട്ടായിരിക്കും. ഇവന്മാർക്ക് ലാസ്റ്റിൽ കുറച്ച് സമയം മതി പെട്ടെന്ന് പഠിക്കാൻ. നമ്മൾ ഈ പഠിപ്പിസ്റ്റുകാരന്മാരെ കണ്ടുകൊണ്ട് നമ്മളും അവന്മാരെ പോലെ ക്ലാസ് കെട്ടിയും കറങ്ങാൻ പോകും, എൻജോയ് ചെയ്യും. പക്ഷേ ലാസ്റ്റിൽ വന്ന് 2 ആഴ്ച കൊണ്ട് നമ്മൾ പുസ്തകം തുറക്കുമ്പോൾ കണ്ണ് കളിപ്പോവും. റിസൾട്ട് വരുമ്പോൾ മറ്റൊരു ഡിസ്റ്റിങ്ഷനും ഫസ്റ്റ് ക്ലാസ്സും നമുക്കാകെ തട്ടിക്കൂട്ടി 210ഉം 15ഉം. എന്താ കാരണം? നമുക്ക് പൊട്ടൻഷ്യാലിറ്റി ഇല്ല. ഇത് അനുഭവിച്ച ആളാണ് ഞാൻ, ഇനി അനുഭവിച്ച ആളാണ്. സത്യസന്ധമായി പറഞ്ഞാൽ എനിക്ക് 10ാം ക്ലാസ്സിൽ ഞാൻ സ്കൂൾ ഫസ്റ്റിൻ്റെ ലിസ്റ്റിലൊക്കെ ടീച്ചേഴ്സൊക്കെ പറഞ്ഞിരുന്നു, കാരണം പഠിക്കും എന്നുള്ളതുകൊണ്ട്. പഠിക്കുന്ന ഹാർഡ് വർക്ക് ചെയ്തു. ഓണപ്പരീക്ഷയ്ക്ക് എനിക്കിപ്പോഴും അറിയാം, ഫിസിക്സിന് 50ന് 45 മാർക്ക് വാങ്ങിച്ച് ഞാൻ 45ന് 5 മാർക്കിന് പഠിപ്പിച്ചില്ല, 45ന് 43 മാർക്ക് വാങ്ങിച്ച് ഞാൻ 10ാം ക്ലാസ് ആറ്റിങ്ങൽ ഗവൺമെൻറ് ഹൈസ്കൂളിലെ 10C ഞാൻ ഫസ്റ്റ് വാങ്ങിച്ചപ്പോൾ ജയപ്രസാദ് എന്ന് പറയുന്ന സാറാണ് ഞങ്ങളുടെ ഫിസിക്സ് സാറ്. എന്നും സ്ഥിരമായി ഫസ്റ്റ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ സുഹൃത്തായ മറ്റൊരു പയ്യൻ, ഞാൻ പേര് പറയില്ല, പുള്ളി അന്ന് ആ ദിവസം മൊത്തം കരച്ചിലായിരുന്നു ആ ഫസ്റ്റ് പോയതിന്. പക്ഷെ അടുത്ത പ്രാവശ്യം ക്രിസ്മസിന് അവൻ തന്നെ വാങ്ങിച്ചു, ഞാൻ പക്ഷേ 8 നിലയിൽ പൊട്ടി. കാരണം ഈ ഗ്യാപ്പിൻ്റെ ഇടയിൽ ഞങ്ങൾ കൂട്ടുകൂടി എന്ത് ചെയ്യുന്നറിയാമോ, ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ക്ലാസ് കട്ട് ചെയ്ത് ന്യൂൺ ഷോ എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് സിനിമകൾ വരും പണ്ട്, അറിയാമല്ലോ. ഇംഗ്ലീഷ് കിട്ടാൻ വേറെ വഴിയില്ല. അപ്പോൾ ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യാൻ, സ്പോക്കൺ ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യാൻ ക്ലാസ് കട്ട് ചെയ്ത് ഇംഗ്ലീഷ് സിനിമയ്ക്ക് ന്യൂൺ ഷോയ്ക്ക് പോയി. മനസ്സിലായി? അപ്പോൾ അതോടുകൂടി ട്രാക്ക് മാറി. 10ാം ക്രിസ്മസ് പരീക്ഷ പൊട്ടി പലതും. 10ാം ക്ലാസ്സിൻ്റെ പരീക്ഷ വന്നപ്പോൾ എനിക്ക് കിട്ടിയത് 600-നാണ് അന്നത്തെ പരീക്ഷ. 600-ന് 329 എന്ന് പറയുന്ന സെക്കൻഡ് ക്ലാസ് മാർക്കേ ഉള്ളൂ. 320. ഇത് കഴിഞ്ഞ് ഞാൻ പ്രീ ഡിഗ്രിക്ക് പോയി. പ്രീ ഡിഗ്രി എൻ്റെ അമ്മയുടെ ഭയങ്കര ആഗ്രഹമായിരുന്നു, ഞാൻ എന്ത് ചെയ്യണം, എൻട്രൻസ് ക്വാളിഫൈ ചെയ്യണം, ഡോക്ടർ ആവണം എന്ന് പറഞ്ഞുകൊണ്ട്. ബയോളജി എനിക്ക് നല്ല ഇൻട്രസ്റ്റാണ്. പക്ഷേ ഇവിടെ ആറ്റിങ്ങിൽ നിന്ന് തിരുവനന്തപുരത്ത് കോളേജിൽ പോയാണ് പഠിക്കുന്നത്. അപ്പോൾ സ്റ്റുഡൻസ് ഓൺലി ബസ്, അപ്പോൾ അതിലുള്ള കമ്പനി, എൻ്റെ +2 കൗമാരപ്രായത്തിലുള്ള ഹോർമോണുകൾ, പയ്യന്മാരും പെമ്പിള്ളേരും തമ്മിലുള്ള ഒരുപാട് കമ്പനികൾ, ഇതെല്ലാം മനസ്സിലാക്കി നമ്മൾ കട്ട് ചെയ്ത് സിനിമ കാണാൻ പോയി. അങ്ങനെ ഇത് അപ്പോൾ നമ്മുടെ നിയന്ത്രണം ഇല്ല, നമ്മുടെ ഹോർമോണിനെ നിയന്ത്രിച്ച് നിർത്താനുള്ള എബിലിറ്റി ഇല്ല. അങ്ങനെ +1 എന്ന് ഇന്നത്തെ പറയുന്ന അന്നത്തെ ഫസ്റ്റ് പ്രീ ഡിഗ്രിക്ക് യൂണിവേഴ്സിറ്റി പരീക്ഷ കോളേജിലല്ലേ, ഫസ്റ്റ് പ്രീ ഡിഗ്രിയുടെ ഫിസിക്സിൻ്റെ മാർക്ക് വന്നു. എനിക്ക് എത്രയെന്നറിയാമോ? 70-ന് 2. അപ്പൊ എന്റെ പഠിത്തം ഒന്ന് ആലോചിച്ചു. ആ 2 ഇന്ന് പറഞ്ഞ ആരോടും പറയാത്ത ഒരു രഹസ്യം ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. കാരണം ഈ സൂപ്പർ ജിംനി എന്ന് പറയുന്ന സിനിമ അത്രയ്ക്ക് വിലപ്പെട്ട ഒരു സാധനമാണ്. 2 മാർക്ക് എന്തുകൊണ്ടാണ്? നമുക്ക് ബാക്കപ്പ് ആയിട്ട് എൻ്റെ അച്ഛൻ നേരെ പഠിച്ചിട്ടില്ല, അമ്മ നേരെ പഠിച്ചിട്ടില്ല, അപ്പൂപ്പൻ പഠിച്ചിട്ടില്ല, അമ്മൂമ്മ പഠിച്ചു, പാരമ്പര്യമായി പഠിക്കാത്തൊരു വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്ന ഞാൻ ഐൻസ്റ്റീനൊന്നും ആവൂല, എന്താ APJ ഒന്നും ആവൂല ഞാൻ വർക്ക് ചെയ്തില്ലെങ്കിൽ. ആ ഒരു പൊട്ടൽ എൻ്റെ അമ്മയുടെ. അത് കഴിഞ്ഞ് ഡിഗ്രിക്ക് അഡ്മിഷൻ ചെല്ലുമ്പോഴാണ് കോളേജിൽ പ്രിൻസിപ്പൽ പറഞ്ഞു, ഇവന് അഡ്മിഷൻ കൊടുക്കാൻ പറ്റില്ല, ഇവൻ തല്ലിപ്പുളിയാണ് എന്നുള്ള ഒരു ഡയലോഗ് രീതിയിൽ പറഞ്ഞു. അപ്പം എൻ്റെ അമ്മ കേട്ടോണ്ട് നിന്നിട്ട് അമ്മയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് നേരെ താഴെ വന്ന് വീഴുന്നതാണ്. ആ കണ്ണുനീരായിരുന്നു വിശുദ്ധ ബൈബിൾ മത്തായി സുവിശേഷം 18-ാം അധ്യായത്തിലെ വചനം പോലെ എനിക്ക് മാനസാന്തരം. ഇനി ഞാൻ അമ്മയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വീഴ്ത്തില്ലെന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞു. എൻ്റെ അച്ഛൻ്റെ അല്ല, കോളേജ് പ്രിൻസിപ്പൽ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഇനി ഞാൻ ക്ലാസ് കട്ടിയില്ല, ഞാൻ ഒരു ക്ലാസ് കട്ടിയാൽ ഞാൻ ഇരിക്കുന്നു. അങ്ങനെ ഞാൻ ഡിഗ്രിക്ക് മാർ ഇവാനിയസ് കോളേജ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബ്രില്യൻ നല്ല പിള്ളേർ പഠിക്കുന്ന ട്രിവാൻഡ്രം മാർ ഇവാനിയസ് കോളേജിൽ ഞാനായിരുന്നു ഏറ്റവും ബാക്ക്. ബാക്കി എല്ലാവരും നന്നായി പഠിക്കുന്ന പിള്ളേരോടൊപ്പം അവിടെ കയറി 3 വർഷം കട്ടയ്ക്ക് പഠിച്ചു. അവിടുത്തെ എൻ്റെ കോളേജ്, ആ മാർ ഇവാനിയസ് കോളേജിലെ പ്രിൻസിപ്പലിൻ്റെ ബെസ്റ്റ് സ്റ്റുഡൻറ്റ് സർട്ടിഫിക്കറ്റും എൻ്റെ കോളേജിൻ്റെ ഞങ്ങളുടെ ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് പ്രൊഫസർ മെഴ്സി ജോൺ എന്ന് പറഞ്ഞ ടീച്ചറിൽ നിലവിളക്ക് വാങ്ങിച്ച് ലാസ്റ്റിൽ തന്നു. എനിക്ക് സമ്മാനം തരുമ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ അന്ന് പറഞ്ഞത് എനിക്ക് അഡ്മിഷൻ തരില്ല എന്നല്ലേ എന്നാണ്. അപ്പോഴാണ് അച്ഛൻ പറഞ്ഞത്, നീ തെളിയിച്ചു നീ ആൾ മിടുക്കനാണെന്ന്. പിന്നെ എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. MSc ഞാൻ പിന്നെ പഠിത്തത്തിന് ട്രാക്കിലെ MSc പന്തള NSS കോളേജിൽ വന്നു, കട്ടയ്ക്ക് പഠിച്ചു, കേരള യൂണിവേഴ്സിറ്റി റാങ്ക് വാങ്ങിച്ചു. MSc റാങ്ക് ഹോൾഡറാണ്. പ്രീ ഡിഗ്രിക്ക് 2 മാർക്ക് വാങ്ങിച്ച ഞാൻ
MSc റാങ്ക് ഹോൾഡറാണ്. ഇപ്പൊ ഈ സൂപ്പർ ജിംനി എന്ന് പറഞ്ഞ സിനിമയിലാണെങ്കിൽ ഡ്രഗ്സിനെ പറ്റിയിട്ട് സംസാരിക്കണം. അപ്പൊ സന്തോഷ് ചേട്ടൻ എന്താ തോന്നുന്നത് ഈ കുട്ടികളിൽ ഉണ്ടാവുന്ന ഡ്രഗ് ഉപയോഗവും അതിന്റെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത്? വളരെ കൂടി വരികയാണ്, വളരെയധികം കൂടി വരികയാണ്. അത് ഇപ്പോൾ ആ ഒരു ഫിലിം ഉണ്ടാവുന്ന എലമെൻ്റാണ്. ഇപ്പോൾ എറണാകുളത്തുള്ള ഒരുപാട് പിള്ളേർ MDMA മറ്റും ഉപയോഗിച്ച് നടക്കുകയാണ്. അവർ നമുക്ക് പേടി എന്താണെന്നറിയാമോ? ലഹരി മാഫിയക്കെതിരെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഓടിച്ചിട്ട് തല്ലുമോ എന്നുള്ളതാണ് ഇപ്പോഴുള്ള പേടി. അതുകൊണ്ട് ഒന്നും തുറക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഇപ്പൊ സിനിമയും സീരിയലും കണ്ടിട്ടാണ് പലരും പല ക്രൈമും ചെയ്യുന്നത്, പലതും ലൈഫിലോട്ട് അങ്ങനെയാണെങ്കിൽ നമ്മളെ പല നടന്മാരെ എത്ര പ്രാവശ്യം കുത്തിക്കൊന്നിരിക്കുന്നു, അവർ വീണ്ടും പല സിനിമകളിൽ അഭിനയിക്കുന്നില്ലേ? അവര് കുടിച്ച ചാരായ കണക്ക് വെച്ചാണെങ്കിൽ അവർക്ക് ലിവറെല്ലാം എന്നേ അടിച്ചു പോവേണ്ടതായിരുന്നു. അവർ വീണ്ടും അഭിനയിക്കുന്നില്ലേ? അപ്പൊ കട്ടൻ ചായയാണ് അവർ കുടിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൂടെ? കാപ്പിയാണ് കുടിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൂടെ? ആ ബോധം ചില മലയാളികൾക്ക് ഇല്ല. പറഞ്ഞു ഞാൻ പക്ഷേ ആത്മഹത്യയുണ്ട്, ശരിക്കും ആത്മഹത്യയിട്ടാണ് ഇപ്പൊ നമ്മുടെ ദൃശ്യം ഇറങ്ങിയപ്പോ പറഞ്ഞു ആദ്യത്തെ ക്രൈം കണ്ടിട്ട് അതേപോലെ കുറെ പേര് കുറ്റം ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മുടെ മുമ്പിൽ ഒരു സിനിമ, ഏത് സിനിമ ആയിക്കോട്ടെ, ആ ഒരു സിനിമയിൽ നല്ല പാർട്ടുകളും ഉണ്ടാകും, മോശപ്പെട്ട പാർട്ടുകളും ഉണ്ടാകും. മനസ്സിലായി? പക്ഷെ നല്ല പാർട്ട് എടുക്കുന്നത് വളരെ കുറച്ചു പേര് മാത്രമായിരിക്കും. ഏറ്റവും കൂടുതൽ പേർക്കും ഇഷ്ടം നെഗറ്റീവ് പാർട്ട് എടുക്കാൻ വേണ്ടി. ഡോൺ കഥാപാത്രത്തിൽ ഓടുന്നത് അണ്ടർവേൾഡ് ഡോണൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഹിറ്റ് ആവുന്നത്. ഇപ്പൊ ആൾക്കാർക്കാണെങ്കിലും കൂടുതലും വയലൻസ് ഭയങ്കര ഇഷ്ടമാണ്, ഒരു ഫീൽ ഗുഡ്. അല്ല ഇപ്പൊ നമ്മുടെ സലീം ചേട്ടൻ അടുത്ത് പറഞ്ഞു നല്ലൊരു കോമഡി മൂവി ഇറങ്ങുന്നില്ല, ആസ്വാദനം ഇല്ല, പലതും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നോക്കിട്ട് പോകുന്നത്. വിജയ് പടം അല്ലെങ്കിൽ അല്ലു അർജുൻ പടം ആ നിലവാരം താഴ്ച വന്നിട്ടില്ലേ? അത് ഞാൻ മനസ്സിലാക്കിയ എങ്ങനെയാണെന്ന് നോക്കിയാൽ പറയാം. നമ്മൾ നേരത്തെ പഠിച്ചു വന്നതെന്ന് പറയുമ്പോൾ, വളർന്നു വന്നതെന്ന് പറഞ്ഞാൽ പഴങ്കഞ്ഞിയും കുടിച്ച്, വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങളും കുടിച്ച്, കപ്പപ്പുഴുക്കും ഉണ്ടാക്കി, ചാളയും മത്തിയും അയിലയും കിട്ടണമെന്നുണ്ടെങ്കിൽ അതും കഴിച്ചാൽ വന്ന്. ഇപ്പോഴത്തെ നമ്മുടെ പിള്ളേർ എന്താണ് കഴിക്കുന്നത്? ഹോർമോൺ കുത്തിവെച്ചിട്ടുള്ള മന്തിയും കുന്തിയും. അയ്യോ, ഈ കുന്തി വാക്കിനി പറഞ്ഞു എന്ന് വെച്ചാൽ എൻ്റെ ദൈവമേ, ഞാൻ കുന്തി പറഞ്ഞില്ല. നമ്മൾ മന്തി, ചിക്കനും മട്ടനും അതും ഇതും, പിന്നെ ബർഗറും, പിന്നെ ഈ പറഞ്ഞ ഫാസ്റ്റ് ഫുഡ് സംഗതി കുത്തി ഇറക്കി അങ്ങ് ചെന്ന് കൊഴുപ്പ് കൂടിയിരിക്കുന്ന കുറച്ച് പേർക്ക് ഈ കൊഴുപ്പ് എവിടെയെങ്കിലും കൊണ്ടുവന്ന് തീർക്കണ്ടേ? ഈ പെരുമ്പാമ്പിന് കൊഴുപ്പ് കൂടുമ്പം പെരുമ്പാമ്പ് മരത്തിൻ്റെ വേരിൻ്റെ ആ ഇടയിൽ കൂടെ ഇങ്ങനെ കയറുമെന്ന് പറയും. പന്നിയൊക്കെ തിന്നു കഴിഞ്ഞാൽ, വലിയ ജീവിയെ തിന്നു കഴിഞ്ഞാൽ ഒന്ന് ഉടഞ്ഞു കിട്ടാൻ വേണ്ടി കയറുന്നു. അതുപോലെ ചെന്ന് കയറി കൊടുക്കും. പക്ഷേ ഒരു കോമൺ സെൻസ് കൊണ്ട് ഓരോ കുട്ടികളും ആലോചിക്കേണ്ടത്, വൃത്തികേട് പറയാൻ, തെണ്ടിത്തരം പറയാൻ, തെറി പറയാൻ ഏതൊരു വ്യക്തിക്കും പറ്റും. എനിക്കും പറ്റും, വർക്കിക്ക് പറ്റും, സനയ്ക്കും പറ്റും, ആർക്കും പറ്റും. പക്ഷേ ആ പറയേണ്ട സാഹചര്യത്തിലും അതിനെ നിയന്ത്രിച്ച് വെച്ചിട്ട് നല്ലത് പറയാൻ ശ്രമിക്കുന്നവന് മാത്രമേ ഇവിടെ നിലനിൽപ്പുള്ളൂ. ആദ്യം പറഞ്ഞ വേണ്ടാത്തത് പ്രവർത്തിക്കുകയോ ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു സമയം കൊണ്ട് ഇന്ന് പോലീസിലെത്തും. മുമ്പ് നമ്മളെടുത്താൽ മുമ്പത്തെ സ്കൂളിൽ അധ്യാപകരുടെ മുമ്പ് നമ്മൾ കരഞ്ഞിട്ടുണ്ട്, പാരൻസിൻ്റെ മുമ്പിൽ കരഞ്ഞിട്ടുണ്ട്, പാരൻസിൻ്റെ അടി വാങ്ങിച്ചിട്ടുണ്ട്, അധ്യാപകരുടെ ഗുണപാഠമായിട്ടുള്ള അടി കിട്ടിയിട്ടുണ്ട്. അതായി ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞത് കുട്ടിയുടെ വിജയത്തിനും രക്ഷയ്ക്കും വേണ്ടി അധ്യാപകർ ശിക്ഷിക്കുന്നത് തെറ്റല്ല. പക്ഷേ ഇന്ന് കുട്ടി പാരൻസിൻ്റെ മുമ്പ് കരയാറില്ല, നിർബന്ധ ബുദ്ധിക്കേ കരയാറുള്ളൂ കേട്ടോ. ഇല്ലാത്ത മൊബൈൽ പൈസ ഇല്ലെങ്കിൽ അത് വാങ്ങിക്കാൻ നിർബന്ധം. എല്ലാ കുട്ടികളും അല്ല, കുറച്ച് കുട്ടികൾ. പിന്നെ ടീച്ചേഴ്സിൻ്റെ മുമ്പിൽ അവർ കരയാറില്ല, ബോൾഡ് ആണ്. അവരിപ്പോൾ കരയാറുള്ളത് പോലീസ് പിടിച്ചു കഴിയുമ്പോൾ പോലീസിൻ്റെ മുമ്പിലും പിന്നെ ജയിലിലും കിടന്നാണ് കരയുന്നത്. ആരായി കുട്ടികളെ ഇങ്ങനെയാക്കിയത്? കുട്ടിയാണോ ഇങ്ങനെയായത്? ഒരിക്കലും കുട്ടി അങ്ങനെ ആവില്ല. കുട്ടിക്ക് കൊടുക്കേണ്ട മോറൽ എഡ്യൂക്കേഷൻ, വാല്യൂ എഡ്യൂക്കേഷൻ, കുറേ എത്തിക്സ്, പ്രിൻസിപ്പിൾസ്, ഇതെല്ലാം വീട്ടിൽ നിന്ന് ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് ഈ അടുത്തൊരു വീഡിയോ വൈറലായിരുന്നു. അതിലേക്കാണ് കൊണ്ടുവന്നത്. എന്താ സംഭവം? എന്തായിരുന്നു കണ്ട വീഡിയോ? അല്ല, അതില് ഒരു ഫോൺ പ്രിൻസിപ്പൽ എടുത്തു വെച്ചെന്ന് പറഞ്ഞിട്ട് ആ കുട്ടി വയലന്റ് കൊല്ലും, അങ്ങനെയൊക്കെ ഒരു പ്രിൻസിപ്പലിനോട് സംസാരിക്കുന്ന ഒരു അവസ്ഥ അല്ലേ? ഈ കുട്ടി ജനിപ്പനാൽ മോശമായിട്ട് വന്നതാണോ? അല്ല, അപ്പം ജനിച്ച് കഴിഞ്ഞു വളർന്നു വന്നപ്പം കുട്ടിയുടെ ചുറ്റും കാണുന്ന കാഴ്ചകൾ അല്ലേ, കുട്ടിയുടെ കൂട്ടുകാരന്മാരെ പ്രവൃത്തികൾ, ബാക്കി ഇനി വീട്ടിൽ അടിയാണോ അല്ലയോ? ഇപ്പം നമ്മൾ ഒരു കുട്ടി ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് നമ്മളുടെ കുട്ടിയെ അങ്ങോട്ട് കുറ്റം പറയാൻ തുടങ്ങും.
ഞാൻ കുട്ടിയെ കുറ്റം പറയില്ല, ഒരിക്കലും ഞാൻ കുട്ടികളെ കുറ്റം പറയില്ല. ഞാൻ നേരെ പോകുന്നത് ആ കുട്ടി ഇങ്ങനെ ആവാനുള്ള സാഹചര്യം എന്താണെന്ന് പറഞ്ഞ് ബാക്കിലേക്ക് പോകണം. ബാക്കിലേക്ക് പോകുമ്പോൾ കാണാം ചിലപ്പോൾ വീട്ടിൽ അപ്പനും അമ്മയും അടിനാശമായിരിക്കും, കുടിച്ചു വന്ന് ബഹളം ഉണ്ടാക്കുക, മക്കളെ എടുത്തിട്ട് തല്ലുക, ഇല്ലേ? ദെൻ സഹോദരങ്ങൾ ഐക്യമില്ലായ്മ, കൂട്ടുകാരന്മാരിൽ പലരും ലഹരി, ദെൻ അവൻ അങ്ങനെ ചെയ്യെങ്കിൽ പിന്നെ ഞാൻ കൂടെ അങ്ങനെ ചെയ്യാം, കമ്പനി, കൂട്ടുകെട്ട്. ഇനി ഇതിനേക്കാൾ എല്ലാം അപ്പുറത്ത് വന്നു കഴിയുമ്പോഴത്തേക്ക് തേച്ചിട്ട് പോയ പെണ്ണിനോടുള്ള വൈരാഗ്യം. 5ാം ക്ലാസ്സിലെ പ്രേമം തുടങ്ങിയാണേ. 5ാം ക്ലാസ് കഴിഞ്ഞ് 7ാം ക്ലാസ്സിൽ അവൾ ഹൈസ്കൂളിലേക്ക് പോയി കഴിയുന്നതോടുകൂടി അവൾ ചിലപ്പോൾ വേറെ തുടങ്ങും. അതോടുകൂടി ഇവൻ ഫ്രസ്ട്രേറ്റഡ് ആയി. ഇവൻ്റെ പ്രണയം എന്ന് പറയുന്നത് തീവ്രമായിരിക്കും. മനസ്സിലായോ? ഇപ്പോൾ വേറെ ഒന്നും കുറച്ചും കുറച്ച് പറയല്ല. ആണിനെ സംബന്ധിച്ച് ആണ് പ്രണയിക്കുമ്പോൾ പലപ്പോഴും തീവ്രമായി മരിച്ച് പ്രണയിക്കും കുറേ പേര്. പെൺകുട്ടികളിലും കുറേ പേര് തീവ്രമായി മരിച്ച് പ്രണയിക്കും. പക്ഷെ പെൺകുട്ടിക്ക് പെട്ടെന്ന് തിരിച്ചു വരാൻ പലപ്പോഴും കഴിയും. കാരണം അവർക്ക് ഡബിൾ എക്സ് ക്രോമസോം ഉള്ളതുകൊണ്ട് അതിൽ ടോളറൻസുകൾ ഒരുപാട് കൂടുതലാണ്. അതുകൊണ്ടാണ് ഒരു പെൺകുട്ടിക്ക്, സ്ത്രീക്ക്, അമ്മയ്ക്ക് പ്രസവിക്കാൻ പറ്റുന്നത്. ഒരു പുരുഷന് അത് അത്രയും ടോളറൻസ് വരില്ല. ചുമ്മാ പുരുഷൻ ബഹളം വയ്ക്കുന്നു, അടി കൂടുന്നു, വയലിലാവുന്നു പറഞ്ഞാൽ പോരാ. ലോല മനസ്സ് നോക്കാം. നമുക്കിപ്പോൾ സന്യാസികളിലേക്ക് നോക്കിയാൽ സ്ത്രീ സന്യാസിനിമാരെടുത്ത് പോയി നിങ്ങൾ ധ്യാനവും മെഡിറ്റേഷനും നടത്തിക്കൊള്ളൂ എന്ന് വലുതായിട്ട് പറയാറില്ല. കാരണം അവരല്ലെങ്കിലും അവർക്ക് ഈസി ആയിട്ട് പറ്റും. എന്നാൽ പുരുഷന് തൻ്റെ ശരീരത്തെ, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചടക്കി വയ്ക്കാൻ അത്ര പെട്ടെന്ന് പറ്റൂല. ഞാൻ പറഞ്ഞു മനസ്സിലായി? പെട്ടെന്ന് പറ്റൂല. കാരണം ഇപ്പം അവനെ തന്നെ പുരുഷനെ എടുത്തു കഴിഞ്ഞാൽ അവൻ്റെ സെക്സ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഓർഗൻസ് പോലും ബോഡിയുടെ പുറത്തേക്കാണ് വെച്ചിരിക്കുന്നത്. പുരുഷനെടുക്ക് അല്ലെങ്കിൽ പെട്ടിക്കുട്ടിയെടുക്ക്, ആണിൻ്റെ സെക്സ് ഓർഗൻ എന്ന് പറയുന്നത് നമ്മൾ ടെസ്റ്റക്കിൾ എന്നാണ് പറയുന്നത്, അല്ലേ? ടെസ്റ്റക്കിൾ ബോഡിയുടെ വയറ്റിനകത്താണ് വെച്ചേക്കുന്നത്, ബോഡിയുടെ പുറത്താണ്. എന്നാൽ പെൺകുട്ടിയെ സംബന്ധിച്ച് ഓവറി എന്ന് പറയുന്ന ബോഡിക്ക് അകത്താണ് വെച്ചേക്കുന്നത്. അപ്പോൾ അവർക്കെല്ലാം ബോഡിക്കകത്ത് കൺട്രോൾ ചെയ്ത് നിർത്താനുള്ള പ്രത്യേക കഴിവുണ്ട്. ഇത് ഈ പോത്തന്മാരായ കുറേ പയ്യന്മാർക്ക് അറിഞ്ഞൂടെ? മനസ്സിലായി? ഇതൊക്കെ നമ്മുടെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവർ സന്തോഷത്തിൽ കേട്ടിട്ടുമുണ്ട്. അപ്പോൾ കുട്ടി ഇത് പറഞ്ഞ് മനസ്സിലാക്കണം ഓരോ കാര്യങ്ങളും. അപ്പോൾ അവന് ഒരു 5 മിനിറ്റ് ധ്യാനത്തിനും മെഡിറ്റേഷനും അവൻ്റെ ഇന്ദ്രിയങ്ങളെ വിദ്യാർത്ഥിയാണെങ്കിൽ കൺട്രോൾ ചെയ്യാൻ. അല്ലാതെ ഇതെല്ലാം കൈവിട്ടുപോയി ലഹരിയുടെ അടിമയായി, കൂട്ടുകെട്ട് അങ്ങനെയായി, മറ്റത് ഉപയോഗിക്കുന്ന ശംഭു അതൊക്കെ മാറി വേറെ പലതരം സ്റ്റിക്കർ ഉൾപ്പെടെ പലതുമായിട്ട് അവൻ്റെ ഈ അവസ്ഥ മാറിയിരിക്കുമ്പം മൊബൈലെന്ന് പറയുന്നത് അവൻ്റെ ആത്മാവാണ്, അല്ലേ? അതെ. ഞാനൊന്ന് ചോദിക്കട്ടെ, സനയുടെ മൊബൈലിൽ പോയിട്ട് ഇങ്ങോട്ട് ഇവിടെ വെച്ച് ഇറങ്ങിപ്പോയി, അവിടെ വണ്ടി കയറി 10 കിലോമീറ്റർ അപ്പുറത്ത് കഴിഞ്ഞു, മൊബൈൽ എടുക്കാൻ വിട്ടുപോയി, സന എന്താ ചെയ്യുക? എന്നാൽ പിന്നെ വീട്ടിൽ പോയേക്കാം എന്ന് പറയോ? സനയുടെ അടി വയറ്റിൽ നിന്ന് ഗ്യാസ് കത്തിച്ച തീ പോലെയുള്ള തീയായി. അത് ലോക്കില്ല എന്നുണ്ടെങ്കിൽ പിന്നെ തീർന്നു. ബാക്കിയുള്ളതാ ഈ ഇരിക്കുന്ന കഥാപാത്രങ്ങൾ മുഴുവൻ അതിന് വാരി വലിച്ചിട്ട് അന്വേഷിച്ച് നോക്കൂ, എന്താവും? ആകെ വെളിയിലാവും. അയ്യോ, സംഭവം ടെൻഷനായി, അല്ലേ? ഒരു മനുഷ്യന്റെ ലൈഫ് ഇപ്പൊ മൊബൈലിന് തീവ്ര അടിമയായി മാറുന്ന അവസ്ഥ. സാനയ്ക്ക് പിന്നെ ഇരിപ്പുണ്ടാവില്ല. അപ്പോൾ ഈ വേറെ കൂട്ടുകാരന്മാർ കുഴപ്പമില്ലടി അവിടെ ഇരിക്കൂടി, നാളെ ഇല്ല നീ വന്ന് തുറക്കുക, എനിക്ക് അവിടെ വന്ന് എടുത്തേ പറ്റത്തുള്ളൂ, എനിക്ക് കിട്ടിയേ പറ്റൂ. എന്തുകൊണ്ടാണ്? പല കാരണങ്ങളുണ്ട്. മറ്റേ പുള്ളി വിളിക്കുന്നത് ചിലപ്പോൾ രാത്രിയായിരിക്കും, മൊബൈലില്ല, ആകെ പ്രശ്നമായില്ലേ? നിനക്കങ്ങനെ ഇല്ല, ഞാൻ പറഞ്ഞതാണ്. അതാ. അപ്പം ഞാൻ എൻ്റെ സൈക്കോളജിക്കൽ സൈഡ് വരാം ആകെ. അപ്പോൾ എന്നാൽ അവൻ്റെ സനയുടെ ഉമ്മ അല്ലെങ്കിൽ എൻ്റെ അമ്മ അല്ലെങ്കിൽ വർക്കിയുടെ അച്ഛൻ ആശുപത്രിയിലായി, വലിയ ടെൻഷനൊന്നുമില്ല, നമ്മൾ പതുക്കെ എത്തും, കൂട്ടുകാരന്മാർ നോക്കുന്നുണ്ട്, പക്ഷെ മൊബൈൽ കാണാനില്ല, ടെൻഷന്. അപ്പോൾ ഒരു പയ്യൻ്റെ സ്കൂളിൽ പഠിക്കുന്ന ഈ പറയുന്ന മൊബൈൽ പിടിച്ചു വയ്ക്കുമ്പോൾ ഇവൻ്റെ മനസ്സിലൂടെ അല്ലെങ്കിൽ അവളുടെ മനസ്സിലൂടെ പോകുന്ന ഒരുപാട് ചിന്തകളുണ്ട്. ആ ചിന്തകളുടെ പുറകെ നമ്മളൊന്ന് പോകണം, അല്ലേ? കുട്ടിയെ നമ്മൾ അറിയാൻ ശ്രമിക്കണം, അതാണ്. അല്ലാതെ കുട്ടി അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കതിരമ്മയെ കൊണ്ടുവച്ച് വളമയ്ക്കുകയല്ല ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് പാഠമാണ്. നമ്മുടെ കുട്ടികൾ LKG UKG LPS UPSC പഠിക്കുമ്പോൾ തന്നെ അവർക്കെല്ലാ മൂല്യബോധങ്ങൾ ഒക്കെ കൊടുത്ത് വളർത്തുന്നത്. ഇപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയ എടുക്കാം. നമ്മൾ സോഷ്യൽ മീഡിയ ആണല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഇൻസ്റ്റാഗ്രാം അങ്ങോട്ട് തുറക്കണ്ട, ഒരു 5-6 വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഏകദേശം ബോധമൊക്കെ പോവും, ഇല്ലേ? ശരിയല്ലേ? പിന്നെ ചിലർ വന്നു നിന്നുള്ള കുലുക്കാൻ പെട്ടി കളികളും, പിന്നെ തുള്ളിച്ചാട്ടം കളികളും, പിന്നെ ഡയലോഗുകളും, ഇതെല്ലാം കൂടെ ഒരു 5ാം ക്ലാസ്സുകാരൻ, 10ാം ക്ലാസ്സുകാരൻ, +2കാരൻ, ഒരു ഡിഗ്രി കുട്ടി എന്ന് പറഞ്ഞാൽ ഇന്നലെ +2 കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. ഞാൻ 26 വർഷം കോളേജിൽ പഠിപ്പിച്ചാണ്. എൻ്റെ പിള്ളേർക്കൊക്കെ എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവരെ ഞാൻ നിയന്ത്രിക്കാനാണ് ആദ്യം പഠിക്കുന്നത്, സ്വയം നിയന്ത്രിപ്പിക്കാൻ അവരെ പഠിപ്പിക്കലാണ് ചെയ്യുന്നത്. അല്ല ഞാൻ വടിയും കൊണ്ട് കിടന്നിട്ടില്ല. ഇങ്ങനെ പ്രലോഭനങ്ങൾ വരും. IAS എടുക്കണം അല്ലെങ്കിൽ ഉന്ന പൊസിഷനിലേക്ക് നിനക്ക് എത്തണമെങ്കിൽ ഈ പ്രലോഭനങ്ങളെ അതിജീവിച്ച് പോകണം. വർക്കിക്ക് ഡോക്ടറേറ്റ് എടുക്കണം, ശരി, ഡോക്ടറേറ്റ് ഈ 6 മാസം കൊണ്ട് തീർക്കണം.
ആ വർക്കിയുടെ ഫ്രണ്ട്സ് വാടാ നമുക്ക് 2 എണ്ണമൊക്കെ അടിച്ചിട്ട് പോവാം, നമുക്കൊരു വീറൊക്കെ അടിച്ചിട്ട് പോവാം, അല്ലെങ്കിൽ നമുക്കൊരു സ്റ്റിക്കറൊക്കെ അടിച്ചിട്ട് പോവാം, അല്ലെങ്കിൽ മറ്റേ ഗേൾ ഫ്രണ്ട് വിളിക്കുകയാണ് വാ നമുക്കൊന്ന് കറങ്ങിയിട്ടൊക്കെ പോവാം. ഇങ്ങനെ ഈ 6 മാസം എന്ന് പറയുന്ന 6 വർഷത്തേക്ക് നീണ്ടുപോയാൽ സാധനം ചീറ്റിപ്പോയില്ലേ? ശരി. അപ്പോൾ ഈ സാധനം ഈ ഡോക്ടർ വർക്ക് എന്ന് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മൾ പിന്നെ പറയുമ്പം വെറും ആറാട്ടൻ എന്ന് പറയില്ല, ഡോക്ടർ ആറാട്ടൻ എന്ന് പറയും. അപ്പൊ പിന്നെ ഈ വിളിച്ചവന്മാരെ ഒന്നും അവിടെ കാണാൻ പറ്റില്ല. പിന്നെ അപ്പൊ ആ ഡോക്ടറേറ്റ് 6 മാസം കൊണ്ട് എടുക്കണമെങ്കിൽ നമ്മുടെ ബാക്കി പല സുഖങ്ങളെയും നമ്മൾ ത്യജിക്കണം. അതിനു വേണ്ടി ചെയ്യുമ്പോൾ നമുക്ക് ആ ഗിഫ്റ്റ് കിട്ടും. അങ്ങനെ എൻ്റെ എത്രയോ സുഖങ്ങൾ ത്യജിച്ചിട്ടാണ് ഞാൻ ഈ 6-7 ഡിഗ്രികൾ എടുത്തതും ഇവിടം വരെ എത്തിയതും ഒന്നുമില്ലായ്മയെന്ന് കാലടി ശങ്കര കോളേജിൽ അധ്യാപകനായി മാറിയതും. ഇതിങ്ങനെ വന്നപ്പം എൻ്റെ കൂടെ പഠിച്ച കുറേ പേർക്കും അല്ലാതെ പുറത്തുള്ള കുറേ പേർക്കുമൊക്കെ അവർക്ക് അസൂയ. കാരണം അവർക്ക് എല്ലാ സംഗതികളും ഉണ്ട്. എല്ലാ സംഗതികളും ഉള്ള ബന്ധുക്കളും സ്വന്തക്കാരും പണവും എല്ലാം ഉള്ളവരെക്ക് ഇങ്ങനെ കയറി വരാൻ പറ്റുന്നില്ല. ഒന്നുമില്ലാത്ത ഇവൻതാ ഇങ്ങനെ ഡെയിലി കയറി പോകുന്നു. എൻ്റെ മഹത്വമല്ല, ദൈവത്തിൻ്റെ മഹത്വം. പിന്നെ നല്ല മനസ്സുള്ള ഒരുപാട് പേരുടെ സപ്പോർട്ട്, അതിന് നന്ദി മാത്രമേ എനിക്കുള്ളൂ. അപ്പോൾ കുറേ പാട്ടുകൾ അങ്ങനെ അഭിനയിക്കുകയും അങ്ങനെ കള്ളത്തരം പറയണം സൂത്രമാണ്. കാരണം എങ്ങനെയും നമ്മുടെ പുറത്ത് കുറേ കരിയോയിൽ ഒഴിച്ചാൽ അവർക്കൊരു സന്തോഷമുണ്ട്. അപ്പോൾ ഞാൻ മൈൻഡ് ചെയ്യാറില്ല, അങ്ങോട്ട്. അപ്പോൾ ഈ കുട്ടി ഞാൻ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാം, ഈ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും പോയിസണസ് ആയിട്ടുള്ള ഒരു സാധനമാണ്, ഏറ്റവും വെനമസ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഇൻസ്റ്റാഗ്രാമിലെ റീൽസ് എന്ന് പറയുന്ന സാധനം. കൺട്രോള് പോവില്ലേ? ഇല്ലേ? സന തന്നെ ഇപ്പം പഠിക്കുന്ന കുട്ടിയാണ്. പക്ഷെ 10 പ്രാവശ്യം നല്ല സുന്ദരികളായ പെൺകുട്ടികളും ആൺകുട്ടികളും വന്ന് അതിനകത്ത് പല രീതിയിലുള്ള വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് ആ 10 വീഡിയോ കണ്ട് അടച്ചു വെച്ചിട്ട് നീ ഇരുന്നുകൊണ്ട് MBA പഠിക്കുന്നു അല്ലെങ്കിൽ MA ജേർണലിസത്തിന് പഠിക്കുന്നു അടച്ചു വെച്ചാൽ കുറേ നേരത്തേക്ക് അവിടുത്തെ ചാടിത്തുള്ളലും കുലുക്കിക്കളികളും മാത്രമായിരിക്കും ചിലപ്പോൾ മനസ്സിലുണ്ടാവുക. ശരിയല്ലേ? ശരിയാ. ഇൻസ്റ്റാഗ്രാം 1 മിനിറ്റ് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അത് അരമണിക്കൂറാവും. അപ്പൊ അതിനാണ് നമ്മൾ എന്താ പറയാ അഡിക്ഷൻ എന്ന് പറയാം. അപ്പൊ അഡിക്ഷൻ ഈ പറയുന്ന ചാരായോ മദ്യമോ അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾ മാത്രമൊന്നുമില്ല. സോഷ്യൽ മീഡിയ അഡിക്ഷൻ ഏത് അഡിക്ഷനിൽ പോയാലും പ്രോബ്ലമാണ്. എന്ത് ഓവർ അഡിക്ഷനിൽ പോയാൽ പ്രോബ്ലമാണ്. ദൈവത്തിന്റെ കാര്യത്തിലാണ്. ഭക്തി ഓവർ അഡിക്ഷൻ ആയി കഴിഞ്ഞാൽ ഭക്തി മൂത്ത് ഭ്രാന്തായി എന്ന് പറയുന്ന ആൾക്കാർ അല്ലേ? അമിതമായ അമൃതം വിഷം എന്നുള്ളത്.